നമുക്കും ഈ ലോകത്തിൽ നിന്ന് ഒരു ദിവസം യാത്ര പോകേണ്ടതാണ്. എത്ര കാലമാണ് ഇനി ജീവിക്കാനുള്ള ആയുസ്സെന്ന് ആർക്കറിയാം? അല്ലാഹുവിനല്ലാതെ. അല്ലാഹുവിൻ്റെ ഈ അനുഗ്രഹമുള്ള ജീവിതത്തിൽ നിന്ന് ഓരോ ദിവസവും സൂര്യൻ അസ്തമിക്കുമ്പോ ഈ ഭൂലോക ജീവിതത്തോട് ഇങ്ങനെ മെല്ലെ മെല്ലെ വിട പറഞ്ഞു പോകുമ്പോ മരണത്തിലേക്കുള്ള ദിവസങ്ങൾ എണ്ണിത്തീർക്കുമ്പോ ആശിക്കുവാനുള്ളതെന്താണ്? നാളേക്ക് കരുതി വെച്ചതെന്താണ്? ഖിയാമത്ത് എന്നാണെന്ന് ചോദിച്ച ഒരാളോട് പരിശുദ്ധ നബി തിരിച്ചു ചോദിച്ചതൊരു മറുചോദ്യമാണ്. നീ എന്താണ് കരുതി വെച്ചത് എന്ന് ഹബീബായ നബി ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലമ. അത്ഭുതമല്ലയോ അവിടുത്തെ ജീവിതം? ബദറിന്റെ യുദ്ധം നടക്കുന്നതിന് മുമ്പ് സഅദ് ഇബ്നു ഉബാദ എന്ന അൻസാരികളുടെ നേതാവായ സഹാബി അബൂ സുഫിയാൻ പുറപ്പെട്ടെന്ന് കേട്ടപ്പോൾ പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലേ, അങ്ങ് ആവശ്യപ്പെട്ടാൽ കടലിൽ പോയിട്ട് ഞങ്ങളുടെ കുതിരകളെ ഇറക്കണമെന്ന് പറഞ്ഞാൽ അതിനും തയ്യാറാണ് ദൈവദൂതരെ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങ് മറിച്ചാണ് പറയുന്നതെങ്കിൽ ബർക്ക് ഗമ്മാദ് എന്ന സ്ഥലത്തേക്ക് അവരുടെ ഒട്ടകക്കൂട്ടങ്ങളെയും കുതിരക്കൂട്ടങ്ങളെയും ഓടിക്കണമെന്ന് പറഞ്ഞാൽ അതിനും തയ്യാറാണ് നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന അൻസാരികളുടെ നേതാവായ സഹാബി പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനെ വിളിച്ചു കൂട്ടിയിട്ട് ഓരോ സ്ഥലങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുകയാണ്, ആദാ മസ്റഉ ഫുലാൻ, ഇത് ഖുറൈശികളുടെ ഇന്ന നേതാവ് തകർക്കപ്പെടുന്ന സ്ഥലമാണ്. ഇവിടെ വെച്ചിട്ടാണ് അബൂജഹലിന്റെ അന്ത്യം, ഇവിടെയാണ് മറ്റേയാളുടെ അന്ത്യം. ഹാഹുന ഹാഹുന, ഓരോ സ്ഥലവും റസൂലുള്ള ചൂണ്ടിക്കാട്ടി കൊടുക്കുകയാണ്. സഹാബി പറയാണ്, ഫമാ മാത അഹദുഹും അൻ മൗദിഇ യദി റസൂലില്ലാഹി സല്ലല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈ ചൂണ്ടിയ സ്ഥലത്തുനിന്ന് ഒരാളുടെ പോലും സ്ഥലം മാറിയില്ല. ഇവിടെ വെച്ച് അബൂജഹൽ എന്ന് പറഞ്ഞെടുത്ത് തന്നെ അബൂജഹലിന്റെ അന്ത്യം ഉണ്ടായി. ഇവിടെ വെച്ച് ഇന്ന ആള് എന്ന് പറഞ്ഞെടുത്ത് എങ്ങോട്ടാണോ വിരൽ ചൂണ്ടിയത് അവിടെ തന്നെ അവരുടെ അന്ത്യം സംഭവിച്ചു. ഒരാളുടെ പോലും സ്ഥലം മാറിയില്ല എന്ന സഹാബി രേഖപ്പെടുത്തുകയാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ. ഈ സലാത്തിനെ കുറിച്ച് പറയപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ എത്ര അത്ഭുതകരമാണ്. ചൊല്ലിയാൽ എൻ്റെ അടുത്തേക്ക് എത്തും. എൻ്റെ അടുത്തേക്ക് അത് എത്തിക്കാൻ സയ്യാഹീങ്ങളായ മലായിക്കത്തിനെ അള്ളാഹു ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അവരിങ്ങനെ ഭൂമിയിൽ സഞ്ചരിക്കും. എൻ്റെ മേൽ സലാത്ത് കണ്ടാൽ അവരുടനെ അവിടെ എത്തും. അവരത് എനിക്ക് അറിയിച്ചു തരും. എൻ്റെ ഖബറിൻ്റെ മുകളിൽ ഡ്യൂട്ടിക്ക് ഒരു മലക്കിനെ വേറെ നിർത്തിയിട്ടുണ്ട്. ഒരാൾ സലാത്ത് ചെല്ലുമ്പോഴേക്ക് ആ മലക്കനോട് പറയും, മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നയാൾ ഇപ്പൊ ചൊല്ലിയിരിക്കുന്നു എന്ന് പറയും. ചൊല്ലുന്ന സമയത്തേക്ക് എൻ്റെ റൂഹിനെ ശരീരത്തേക്ക് അള്ളാഹു മടക്കും. ആ റൂഹിനെ തിരിച്ചെടുക്കാൻ സമയം ഉണ്ടാവില്ലല്ലോ. കാര്യം എപ്പോഴാ ചെല്ലാത്തത്? ഇത് മുഴങ്ങാത്തൊരു നേരേതായി ഭൂമിയിൽ. ഇവിടെ ഇപ്പൊ രാത്രിയാണെങ്കിൽ വേറെ കുറെ സ്ഥലത്ത് ഇപ്പൊ പകലല്ലേ. അവിടെ ചൊല്ലുന്നില്ലേ, ഇവിടെ ചൊല്ലുന്നില്ലേ, ഒറ്റക്ക് ചൊല്ലുന്നില്ലേ, കൂട്ടായിട്ട് ചൊല്ലുന്നില്ലേ, രഹസ്യമായിട്ട് ചൊല്ലുന്നില്ലേ, അത്തഹിയ്യാത്തിൽ ചൊല്ലുന്നില്ലേ, അല്ലാതെ ചൊല്ലുന്നില്ലേ, ജനാസംസ്കാരത്തിൽ ചൊല്ലുന്നില്ലേ? ഇത് ചൊല്ലാത്ത ഒരു നേരമുണ്ടോ? ചൊല്ലാത്ത ഒരു സ്ഥലമുണ്ടോ? ചില സമയത്ത് പറഞ്ഞു, വെള്ളിയാഴ്ച നിങ്ങൾ അത് വർദ്ധിപ്പിക്കണം. കാരണം സലാത്തുക്കും മഅറൂലത്തുൻ അലയ്യ, നിങ്ങളുടെ സലാത്ത് എന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടുന്നു. അതെങ്ങനെയെന്ന് നമുക്ക് അറിഞ്ഞൂടാ. നല്ല വൃത്തിയായിട്ട് ചൊല്ലിയ വൃത്തിയായിട്ട് പ്രദർശിപ്പിക്കപ്പെടും. നല്ല മനസ്സ് തട്ടിയിട്ട് ചൊല്ലിയ മനസ്സ് തട്ടിയിട്ട് അവിടെ എത്തിക്കപ്പെടും. നല്ല ഉള്ളുന്ന് ചൊല്ലിയാൽ ഉള്ളുന്ന് അവിടെ എത്തിക്കപ്പെടും. അത്ഭുതം. ഒരു കണക്ഷൻ ഉണ്ടായത് അത്ഭുതം. സലാത്ത് ഇല്ലായിരുന്നെങ്കിൽ എന്ത് കണക്ഷനാണ്? കണക്ഷൻ ഉണ്ടല്ലോ. പിന്നപ്പോ ലോകത്തിന്റെ നാനാ ഭാഗത്തുനിന്ന് മനുഷ്യന്മാര് ഫോൺ ചെയ്തിട്ട് ഒരു വയറില്ലാതെ മൊബൈലിൽ സംസാരിക്കണ ഈ കാലത്ത് അള്ളാഹുവിന് അവന്റെ റസൂലിന്റെ അടുക്കലേക്ക് ഒരു സ്വലാത്ത് എത്തിക്കാൻ ശാസ്ത്രീയമായിട്ട് പോലും പ്രയാസമുണ്ടെന്ന് വല്ലവനും തോന്നാൻ വല്ല ന്യായമുണ്ടോ? ലൗഹുൽ മഹ്ഫൂദ് എന്ന ഒരു പലകയിൽ ഈ ലോകത്തിൻ്റെതെല്ലാം കൂടി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു പലകയിൽ എല്ലാം കൂടി രേഖപ്പെടുത്തേ എന്ന് ശങ്കിച്ചവനുണ്ടോ? എങ്കിൽ ഇത്ര പോന്ന ഒരു ചിപ്പിൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് പാട്ടുകൾ പ്രസംഗങ്ങൾ രേഖപ്പെടുത്തി റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുമ്പോ നിനക്ക് എന്ത് പറയാനുണ്ട്? ഇത്ര വട്ടത്തിലുള്ള ഒരു ഡിസ്കില് എത്രയെ സൂക്ഷിക്കുന്നത്? നിനക്ക് എന്ത് പറയാനുണ്ട്?
ഒരു ലൗഹുൽ മഹ്ഫൂദിൽ പ്രപഞ്ചത്തിന്റെ മുഴുവൻ കഥകളുണ്ട് എന്ന് പറയുമ്പോ അതെങ്ങനെ എന്ന് ചോദിക്കുന്നവൻ ഇതെങ്ങനെയെന്ന് എന്താ ചോദിക്കാത്തത്? ഇത്ര പോന്ന ഒരു ചിപ്പിൽ 10,000 പാട്ടുകൾ റെക്കോർഡ് ചെയ്യാം. അത് എത്ര കാലത്തേക്ക് വേണമെങ്കിലും സൂക്ഷിച്ചു വെക്കാം. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. അത്ഭുതകരമായ ജീവിതം. യാ അബൂദർ, അബൂദറേ, അതാനി മലകാനി വഅന ബിബഅദി ബത്ഹാഇ മക്ക. എൻ്റെ പ്രിയപ്പെട്ട സഹാബി അബൂദറിനെ വിളിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂദറേ, എൻ്റെ അടുക്കൽ 2 മലക്കുകൾ വന്നു. ഞാൻ മക്കയിലെ ബത്ഹായിലായിരുന്നു. ഫവഖഅ അഹദുഹുമാ ഇലൽ അർളി. 2 മലക്കുകളിൽ ഒരാൾ ഭൂമിയിലേക്ക് വന്ന് പതിച്ചു, ഭൂമിയിൽ ഇറങ്ങി. വകാനൽ ആഖിറു ബൈന സമാഇ വൽ അർളി. മറ്റേ മലക്ക് ഭൂമിക്കും ആകാശത്തിനുമിടയിൽ നിന്നു. ഫഖാല അഹദുഹുമാ ലിസാഹിബിഹി. അതിൽ ഒരു മലക്ക് തൻ്റെ സ്നേഹിതനോട് എന്നെ ചൂണ്ടിയിട്ട് പറഞ്ഞു, അബൂദറേ, അഹുവ അഹുവ, അതാണോ ആള് എന്ന് ചോദിച്ചു. അള്ളാഹു നമ്മളെ പറഞ്ഞയച്ച ആള് ഈ ആളാണോ? റസൂലുള്ളാഹിനെ ചൂണ്ടിയിട്ട് ഒരു മലക്ക് ചോദിച്ചു. ഖാല നഅം. മറ്റേ മലക്ക് പറഞ്ഞു, അതെ, അത് തന്നെ ആള്, അതാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖാല. അപ്പൊ മറ്റേ മലക്ക് പറഞ്ഞു, ഫസിൻഹു ബിറജുലിൻ മിൻ ഉമ്മത്തി. ആ നബിയുടെ ഉമ്മത്തിൽ നിന്ന്, സമുദായത്തിൽ നിന്ന് ഒരാളെ എടുത്തിട്ട് ഈ റസൂലിനെ തൂക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം. തുലാസിൽ വെച്ച് തൂക്ക്. ഫവസിൻതുഹു ബിഹി ഫവസൻതുഹു. അങ്ങനെ ഉമ്മത്തിൽ ഒരാളെ വെച്ചിട്ട് എന്നെയും ആ ആളെയും കൂടി തുലാസിന്റെ 2 തട്ടിലായിട്ട് തൂക്കി. അബൂദറേ, എന്നെ തൂക്കി. ഫവസൻതുഹു, ഞാൻ കൂടുതൽ കനം തൂങ്ങിയ അബൂദറേ. സുമ്മ ഖാല. അപ്പൊ മലക്ക് പറഞ്ഞു, സിൻഹു ബിഅശറ. 10 ആളെ വെച്ച് തൂക്ക്. അപ്പൊ 10 ആളെ തുലാസിന്റെ മറ്റേ തട്ടിലും വെച്ച് എന്നെ ഒരു തട്ടിലും വെച്ച് തൂക്കി. ഫവസിൻതു ബിഹിം ഫറജ്ജഹ്തുഹും. ഞാൻ കൂടുതൽ കനം തൂങ്ങി അബൂദറേ 10 ആളെക്കാളും. ഖാല. അപ്പൊ മലക്ക് പറഞ്ഞു മറ്റേ മലക്കിനോട്, സിൻഹു ബിമിഅത്തിൻ. 100 ആളെ വെച്ച് തൂക്ക്. ഫവസിൻതു ബിഹിം. അങ്ങനെ 100 ആളെ വെച്ച് തുലാസിന്റെ ഒരു തട്ടിൽ 100ഉം മറ്റേ തട്ടിൽ ഞാനും. ഫറജ്ജഹ്തുഹും. അപ്പോഴും ഞാൻ കൂടുതൽ കനം തൂങ്ങി. സുമ്മ ഖാല സിൻഹു ബിഅൽഫ്. അപ്പൊ മലക്ക് പറഞ്ഞു 1000 ആളെ വെച്ച് തൂക്ക്. ഫവസിൻതു ബിഹിം. അങ്ങനെ 1000 ആളെ വെച്ച് തൂക്കി. ഫറജ്ജഹ്തുഹും. അപ്പോഴും ഞാൻ കനം തൂങ്ങി. കഅന്നി അൻദുറു ഇലൈഹിം യന്തസിറൂന അലയ്യ മിൻ ഖിഫത്തിൽ മീസാൻ. ഈ തുലാസിൽ തൂക്കുമ്പോ കനം തൂങ്ങിയ ആള് താഴെ ഇരിക്കും, കനം തുടങ്ങിയ തുലാസിന്റെ തട്ട് മേലോട്ട് പൊങ്ങും. ഈ ഹദീസ് നമ്മൾ ശ്രദ്ധിക്കണം. എത്ര വ്യക്തമായിട്ടാണ് അള്ളാന്റെ റസൂല് പറയുന്നത്. ഞാനിങ്ങനെ അവരിലേക്ക് നോക്കി. 1000 ആളെ വെച്ച് തൂക്കുമ്പോ 1000 ആളിലേക്ക് ഞാൻ നോക്കി. യന്തസിറൂന അലയ്യ. അവരെന്റെ മേലേക്ക് വീണു പോകുമെന്ന് തോന്നി. തുലാസ് അങ്ങോട്ട് ഉയർന്നിട്ട് ഞാൻ താഴെ, അവര് മുകളിലും. മിൻ ഖിഫത്തിൽ മീസാനി. തുലാസിന്റെ തട്ട് അത്രയും കനം കുറവ് ഈ 1000 ആൾക്ക്. ഞാൻ ഭയങ്കര കനം. എന്റെ മേലേക്ക് അവര് വീഴുമെന്നായി എന്റെ ഭയം. ഫഖാല അഹദുഹുമാ ലിസാഹിബിഹി. അപ്പൊ ആ മലക്ക് തന്റെ സ്നേഹിതനായ മലക്കിനോട് പറയാണ്, ലവസൻതഹു ബി ഉമ്മത്തിഹി റജ്ജഹ. ഈ ഉമ്മത്തിനെ മുഴുവൻ വെച്ച് തൂക്കിയാലും ഈ നബി കൂടുതൽ കനം തൂങ്ങും. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഉമ്മത്തിനെ മാത്രമല്ല, ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇസ്ലാമിലെ പണ്ഡിതന്മാർ പറയുന്നു, മുഴുവൻ അംബിയാ മുർസലീങ്ങളെയും ലോകത്തുള്ള മുഴുവൻ മുത്തഖീങ്ങളെയും വെച്ച് തൂക്കിയാലും പരിശുദ്ധ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ കനം തൂങ്ങും. ഇന്നല്ലാഹ അസ്തഫാ കിനാന മിൻ വലദി ഇസ്മാഈൽ. അല്ലാഹു ഇസ്മായിൽ സന്തതികളിലെ കിനാനയെ തെരഞ്ഞെടുത്തു. വസ്തഫ ഖുറൈശൻ, അതിൽ നിന്ന് ഖുറൈശികളെ തെരഞ്ഞെടുത്തു. മിൻ കിനാന, കിനാനയിൽ നിന്ന്. വസ്തഫ മിൻ ഖുറൈശിൻ മിൻ ബനി ഹാഷിം, ഖുറൈശി കുടുംബത്തിൽ ബനു ഹാഷിമിനെ തെരഞ്ഞെടുത്തു. വസ്തഫാനി മിൻ ബനി ഹാഷിം, ബനി ഹാഷിമിൽ നിന്ന് എന്നെയും തെരഞ്ഞെടുത്തു. അൽ മുസ്തഫ എന്ന് പറഞ്ഞ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിത്വം. റസൂലുള്ളാഹിന്റെ പേരുകൾ ഇത്ര ഓമനത്തുള്ളൊരു പേര് വേറില്ല. അൽ മുസ്തഫ. ലോകത്ത് കവിതയിലും സാഹിത്യത്തിലൊക്കെ റസൂലിനെ വർണ്ണിക്കുന്നവർ എല്ലാ ഭാഷയിലും ഏറ്റവും കൂടുതൽ എടുത്ത് ഉപയോഗിച്ചത് മുസ്തഫ എന്നുള്ള വാക്കാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. कोई गुफ्तगू है लब पे तेरा नाम आ गया है,
तेरी मदह करते करते ये मकाम आ गया है कोई गुफ्तगू है लब पे എന്തെങ്കിലും പറയാൻ വേണ്ടി ചുണ്ടനക്കിയാൽ तेरा नाम आ गया है ചുണ്ടിലങ്ങയുടെ പേര് വരികയല്ലയോ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ तेरी मदह करते करते ये मकाम आ गया है അങ്ങയെ മദ്ഹ് ചെയ്തിട്ടല്ലയോ നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം. ധാരാളം മദ്ഹ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവണം. ചെറുപ്പക്കാരൊക്കെ അത് ഏറ്റെടുക്കണം, അവരൊക്കെ അത് പകർന്നു കൊടുക്കണം. എല്ലാവരും റസൂലുള്ളാഹിനെ പ്രകീർത്തിക്കണം. അതിന് നല്ലൊരു എളുപ്പമുള്ള പണി ഞാൻ പറഞ്ഞുതരാം. അവരവരുടെ രീതിയിൽ റസൂലുള്ളാഹിനെ പ്രകീർത്തിക്കാൻ നിങ്ങൾ നന്നേ ചുരുങ്ങിയത് നിങ്ങളുടെ വീട്ടിലെങ്കിലും ഒരു കൊച്ചു സദസ്സ് സംഘടിപ്പിക്കുക. നിങ്ങളുടെ ഭാര്യ സന്തതികളോടും മക്കളോടും കുഞ്ഞുങ്ങളോടും പരിശുദ്ധ നബിയെ പറ്റി പറഞ്ഞു കൊടുക്കുക. അതാണ് മദ്ഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് തന്നെയാണ് പരിശുദ്ധ റസൂലിന്റെ പ്രകീർത്തനം. മേരാ ഖൽബ് വോ ഹിറാ ഹേ മേരാ ഖൽബ് വോ ഹിറാ ഹേ എൻ്റെ ഖൽബ് ആ ഹിറാ ഗുഹയെ പോലെയാണ്. മേരാ ഖൽബ് വോ ഹിറാ ഹേ ജഹാ വഹി നാത് ഉതരി. അവിടെയാണ് നബിയെ അങ്ങയുടെ ഈ പ്രശംസാ കാവ്യം ഇറങ്ങി വന്നിട്ടുള്ളത്. ഹിറാ ഗുഹയിൽ പരിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ ഇറങ്ങിയ ഗുഹയാണ്. പാവപ്പെട്ട എന്റെ നെഞ്ചകത്തിലെ ഖൽബിലും നബിയെ അങ്ങയുടെ പ്രകീർത്തനം വന്നിറങ്ങുമ്പോ ये सहीफे मोहब्बत में मेरा नाम आ गया है. ഈ സ്നേഹത്തിന്റെ പുസ്തകത്താളിലും എന്റെ പേര് വന്നല്ലോ നബിയെ മുസ്തഫ മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഒരു വിശ്വാസിക്ക് തേടാനുള്ള ഏറ്റവും വലിയ തേട്ടം ഹൗദുൽ കൗസറാണ്. എന്തുകൊണ്ടെന്നാൽ അവിടെ നേതാവിനെ കണ്ടുമുട്ടുന്ന നേരമാണ്. സ്വർഗത്തിൽ പോലും കണ്ടുമുട്ടണമെന്നില്ല. ഒരു സഹാബി ചെന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഞാൻ സ്വർഗത്തിൽ കടക്കുമോ എന്ന് എനിക്കറിയില്ല യാ റസൂലല്ലാഹ്. അഥവാ കടന്നാലും അങ്ങയെ കാണാൻ കഴിയുമെന്ന് തോന്നുന്നില്ല യാ റസൂലല്ലാഹ്. കാരണം അങ്ങ് സ്വർഗത്തിൽ എത്രയോ ഉന്നത പദവികളിലായിരിക്കും, ഞാനോ വല്ല താഴെ എവിടെയെങ്കിലും ആയിരിക്കും. കടന്നാൽ തന്നെ എങ്ങനെയാണ് അങ്ങയെ കാണാൻ കഴിയുക? ആ സഹാബി വന്ന് നിന്നപ്പോ തന്നെ അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി നിനക്ക്? നീ എന്താണ് ആകെ വിളറിപ്പോയിരിക്കുന്നത്? ആ സഹാബി പറഞ്ഞു, വിളറിയതല്ല, എനിക്കൊരാദിയാണ്, എപ്പോഴും അങ്ങയുടെ മുഖം കാണണം യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. വീട്ടിൽ പോയാൽ ഓടിയണയണം അങ്ങയെ കാണാൻ. ഇവിടെ വന്നാലോ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകാൻ കഴിയില്ല. പോയാൽ സമാധാനമില്ല, മനസ്സിനൊരു സുഖവുമില്ല. എപ്പോഴും അങ്ങയെ കാണണമെന്ന ഒരേ ഒരു വിചാരമാണ്. അതുകൊണ്ട് എന്റെ ശരീരം ക്ഷീണിച്ചു പോയതാണ് യാ റസൂലല്ലാഹ്. ഈ സഹാബിയുടെ ദുഃഖമൊന്ന് ആലോചിച്ചു നോക്കൂ. അപ്പോഴാണ് അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹു ആയത്തിറക്കിയത്. അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും സ്നേഹിക്കുന്നവരായ ആളുകൾക്ക് ആശ്വാസം നൽകുന്ന വാക്ക്. ആ പറയപ്പെട്ടവരാരാണ്? മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. അള്ളാഹുവിനും റസൂലിനെ സ്നേഹിക്കണേ, അവരുടെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണവര് ആ സ്നേഹിക്കുന്നവരോടൊപ്പമാണ്, അമ്പിയാക്കളോടൊപ്പമാണ്, സിദ്ദീഖുകളോടൊപ്പമാണ്, ശുഹദാഇനും സാലിഹുകളോടും ഒപ്പമാണ്. അതുകൊണ്ട് മോഹിക്കാനുള്ള ഏറ്റവും വലിയ സ്ഥലം ഹൗദുൽ കൗസറാണ്. ഈ ഭൂലോകത്ത് മോഹിക്കാനുള്ള ഏറ്റവും വലിയ സ്ഥലം മദീനയാണ്. ആഖിറത്തിൽ ഏറ്റവും മോഹിക്കാനുള്ള സ്ഥലം ഹൗദുൽ കൗസറാണ്. അപ്പൊ പറയും സ്വർഗല്ലേ? സ്വർഗത്തേക്ക് പോകാനുള്ള ടിക്കറ്റ് ആണല്ലോ യഥാർത്ഥത്തിൽ ഹൗദുൽ കൗസർ. ഹൗദുൽ കൗസറിൽ വിജയിച്ചവൻ സ്വർഗത്തിൽ എത്തുമല്ലോ. ഹൗദുൽ കൗസർ നേതാവിന്റെ മുമ്പിൽ എത്തുന്നൊരു സമയമല്ലയോ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അവിടെ വന്ന് നിൽക്കുമ്പോ റസൂലുള്ളാഹിന്റെ മുമ്പിൽ അണയുമ്പോ പേര് ചൊല്ലിയിട്ട് വിളിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തേണമേ അല്ലാഹ്. ഒന്ന് തിരിച്ചറിഞ്ഞിട്ടില്ലേ? കയ്യിലൊരു പാനീയം വെച്ച് തരുമ്പോഴൊരു അവസ്ഥാവിശേഷം. എന്റെ ഹൗദ് ഞാനിപ്പോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മദീനയിലെ മിമ്പറിൽ കയറിയിട്ട് എത്ര ശക്തമായിട്ടാണ് ആ പ്രഖ്യാപനം. എന്റെ ഈ മിമ്പറിന്റെ അടിസ്ഥാനങ്ങളിലാണ് ഹൗദ് എന്ന് പരിശുദ്ധ റസൂൽ.
സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിൽ മുറിയിൽ വന്നിരിക്കുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹാ അവിടുത്തെ ദേഹത്തേക്ക് നെറ്റിയിലേക്ക് നോക്കിയപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. നെറ്റിയിലെ വിയർപ്പ് തുള്ളികൾ നക്ഷത്രങ്ങളെപ്പോലെ പ്രകാശിച്ച് ജ്വലിച്ചു നിൽക്കുകയാണ്. അതിൽ നിന്ന് പ്രകാശം ഇങ്ങനെ പുറത്തേക്ക് പ്രവഹിക്കുകയാണ്. ആയിഷ അത്ഭുതപ്പെട്ടു, പരിഭ്രാന്തയായി. എന്താണ് ഈ സംഭവിക്കുന്നത്? വിയർപ്പിൽ നിന്ന് പ്രകാശം. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹാ പരിഭ്രമിച്ച് അത്ഭുതപ്പെട്ട് നിൽക്കുന്നത് കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ആയിഷ എന്ത് പറ്റി, നീ എന്താണ് ഇങ്ങനെ അത്ഭുതപ്പെട്ട് നോക്കുന്നതെന്ന് ചോദിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹാ പറഞ്ഞു, ഞാൻ അങ്ങയുടെ നെറ്റിയിൽ ഒരു അത്ഭുതം കണ്ടിട്ട് സ്തംഭിച്ചു നിൽക്കുകയാണ്. അങ്ങയുടെ നെറ്റി വിയർത്തിരിക്കുന്നു. അല്ലാഹുവിന്റെ റസൂലേ, വിയർപ്പ് തുള്ളികളിൽ നിന്ന് പ്രകാശം ജ്വലിച്ചു നിൽക്കുകയാണ്. എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, പണ്ഡിതയായ കവയത്രിയായ അറിവുള്ള പ്രതിഭാശാലിനിയായ ആയിഷ പറഞ്ഞു, അബൂബക്കർ ഹുദലി എന്ന അറബ് കവി എഴുതിയ കവിത, തന്റെ സ്നേഹഭാജനത്തെ പറ്റി എഴുതിയ കവിത, ആ കവിത അങ്ങേക്കാണ് ചേരുക സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി ചോദിച്ചു, എന്താണ് അബൂബക്കർ ഹുദലി എഴുതിയിട്ടുള്ളത് ആയിഷ? പറയൂ ആയിഷ, എന്താണ് അബൂബക്കർ ഹുദലിയുടെ കവിത? അപ്പോൾ റസൂലുള്ളാഹിക്ക് അറിയാത്ത കവിത പോലും ആയിഷക്ക് അറിയാമായിരുന്നു റളിയല്ലാഹു തആല അൻഹ. ഇനി ഒരു പക്ഷേ റസൂലുള്ളാഹി അറിഞ്ഞിട്ട് തന്നെ ചോദിച്ചതായിരിക്കണം, ആയിഷയെ കൊണ്ട് പറയിപ്പിക്കാൻ. അതായിരുന്നു അവരുടെ ബന്ധം. അത്ര വലിയ സ്നേഹമസൃണമായിരുന്നു, അത്രയേറെ സ്നേഹത്തിൽ ചാലിച്ചെടുത്തതായിരുന്നു. ഈ ലോകത്തെ അപൂർവമായ ഒരു സ്നേഹബന്ധമായിരുന്നു അത്. പരിശുദ്ധ റസൂലിന്റെ ഇമ്പത്തിന് ചേർന്ന ബന്ധം സല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ റളിയല്ലാഹു അൻഹാ ചൊല്ലി, ഫഇദാ നളർത ഇലാ അസാരീരി വജ്ഹിഹി ബരിഖത് കബർഖിൽ ആരിദിൽ മുതഹല്ലലി. സ്നേഹഭാജനത്തിന്റെ മുഖത്തുള്ള വരയിലേക്ക് നോക്കിയാൽ, മുഖത്തുള്ള ചുളിവുകളിലേക്ക് നോക്കിയാൽ, സൗന്ദര്യമൂറുന്ന മുഖത്ത് സൗന്ദര്യമുള്ള വരകളുണ്ടാവും. ആ വരയിലേക്ക് നോക്കിയാൽ മേഘങ്ങളിൽ ഇടിമിന്നൽ വരുമ്പോഴുണ്ടാകുന്ന തിളക്കം പോലെ തോന്നും മുഖം എന്നാണ് അബൂബക്കർ ഹുദലി എഴുതിയിട്ടുള്ളത്. യാ റസൂലല്ലാഹ്, അബൂബക്കർ ഹുദലി എഴുതിയത് ഇപ്പൊ റസൂലുള്ളാഹിക്കാണ് ചേരുക സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷയെ ചേർത്ത് നിർത്തിയിട്ട് രണ്ട് കണ്ണുകൾക്കിടയിൽ ചുംബിച്ചു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി. നോക്കൂ, നബി മദ്ഹിനെ പറ്റി ആലോചിച്ച് നോക്കൂ. നബിയുടെ വീട്ടിൽ നടന്ന സംഗതിയാണ് നബി മദ്ഹ്. ഇത് ഈ ലോകാവസാനം വരെ നടക്കുന്ന ഒരു കാര്യമാണ് നബി മദ്ഹ് സല്ലല്ലാഹു അലൈഹി. അത് നടത്താത്ത ആരും ഈ ലോകത്തില്ല. അത് അബൂബക്കർ സിദ്ദീഖ് നടത്തിയിട്ടുണ്ട്, കവിതകളുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് നടത്തിയിട്ടുണ്ട്. ഒരു രീതിയിലും കവിത പറയാത്ത ആളാണ് ഉമർ ഇബ്നുൽ ഖത്താബ്. പക്ഷെ റസൂലിനെ പ്രശംസിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ റളിയല്ലാഹു അൻഹ ധാരാളം പറഞ്ഞിട്ടുണ്ട്. ഫാത്തിമ ചൊല്ലിയിട്ടുണ്ട് നബി മദ്ഹ്. അത് ലഭ്യമാണ് ചരിത്രത്തിൽ. അലി റളിയല്ലാഹു അൻഹുവിന് ധാരാളമുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു റവാഹ ഉണ്ട്, ഹസ്സാൻ ഇബ്നു സാബിത്ത് ഉണ്ട്, കഅബ് ഇബ്നു സുഹൈർ ഉണ്ട്, അബ്ദുൽ മുത്തലിബ് ഉണ്ട്. റസൂലുള്ളാഹിനെ പ്രശംസിച്ചിട്ട് പിതാമഹന്റെ വക, അബൂ താലിബിന്റെ വക ഉണ്ട്, അബ്ദുള്ളയുടെ സഹോദരൻ പിതൃവ്യന്റെ വക റസൂലിനെ പ്രശംസിച്ചുകൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഒരു പ്രകീർത്തനം കേട്ടപ്പോ രണ്ട് കണ്ണുകൾക്കിടയിൽ ചുംബിച്ചു എന്ന് പറയുമ്പോ ആ നിമിഷത്തിന്റെ മേൽ അല്ലാഹു സ്വലാത്ത് വർഷിക്കുമാറാകട്ടെ. ആ വീട്ടിലെ ആ രണ്ട് പേരുടെ ആ നിമിഷത്തിന്മേൽ അല്ലാഹു സ്വലാത്ത് വർഷിക്കുമാറാകട്ടെ. നബിയുടെ ജീവിതം മുഴുവനും ഇമ്പമാണ്. അതിന്റെ രഹസ്യം പരസ്യവും ഒക്കെ ഇമ്പമാണ്. അതിൽ കുടുംബത്തിനകത്തും പുറത്തും ഒക്കെ ഇമ്പമാണ്. നബി മുഴുവനും സൗന്ദര്യമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി ലോക സൗന്ദര്യമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി ലോക നന്മയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി ലോകത്തിന്റെ വഴികാട്ടിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി ഏറ്റവും വലിയ തേട്ടവും നേട്ടവുമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വപ്നത്തിന്റെ സ്വപ്നവും കിനാവിന്റെ കിനാവുമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി ലക്ഷ്യത്തിന്റെ ലക്ഷ്യവും അറ്റത്തിന്റെ അറ്റവുമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്നേഹത്തിന്റെ തീർത്ഥസ്ഥാനമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്നേഹത്തിന്റെ അഭയമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം.
നബി ലോകകാരുണ്യത്തിന്റെ ഉറവിടമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഇദാ നളർത ഇലാ അസാരീരി വജ്ഹിഹി, സ്നേഹഭാജനത്തിന്റെ മുഖത്തെ ചുളിവിന്റെ വരയിലേക്ക് നീ നോക്കിയാൽ ബരിഖത്ത്, അത് ഇടിമിന്നൽ തിളങ്ങുന്ന പോലെ ഉണ്ടാവും. കബർഖിൽ ആരിദിൽ മുതഹല്ലലി, കാർമേഘത്തിൽ വന്നിട്ട് മിന്നലടിക്കുമ്പോൾ ആ മേഘം തിളങ്ങുന്ന പോലെ ഉണ്ടാവും സ്നേഹഭാജനത്തിന്റെ മുഖം. അങ്ങനെയാണ് അബൂബക്കർ ഹുദലി പാടിയിട്ടുള്ളത്. അത് അബൂബക്കർ ഹുദലി പാടിയത് അങ്ങേക്കാണ് ചേരുക യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് കണ്ണുകൾക്കിടയിൽ മുത്തം വെച്ചിട്ട് പറഞ്ഞു, ആയിഷ നീ എന്നെ സന്തോഷിപ്പിച്ചു, ആയിഷ നീ എന്നെ സന്തോഷിപ്പിച്ച അത്ര നിന്നെ അങ്ങോട്ട് സന്തോഷിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ലപ്പോ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നീ എന്നെ സന്തോഷിപ്പിച്ചതിന് അല്ലാഹു പ്രതിഫലം ചെയ്യട്ടെ. നബിയെ പ്രകീർത്തിക്കുന്നതിന്റെ പ്രതിഫലം എത്രയാണ്? ആയിഷ എന്ന സ്വന്തം പത്നിയായ സഹധർമ്മിണി രണ്ടുപേരി കവിത ചൊല്ലിയതിനാണ് ഇത്ര വലിയ സമ്മാനം. രണ്ട് കണ്ണുകൾക്കടിയിലുള്ള ഒരു മൃദുചുംബനം. എന്നിട്ടും നീ എന്നെ സന്തോഷിപ്പിച്ച പോലെ അത്രക്കങ്ങ് സന്തോഷിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്ന പരിശുദ്ധ റസൂൽ. നബിയുടെ ഒരു ദുആ, നബിയുടെ ഒരു നോട്ടം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ കഥ വളരെ വിചിത്രമാണ്. അബൂ ഹുറൈറയുടെ ഉമ്മ വിശ്വസിച്ചിരുന്നില്ല. വളരെ പ്രയാസപ്പെട്ട് അബൂ ഹുറൈറ അതിൽ ദുഃഖിച്ചിരിക്കുമായിരുന്നു. ഉമ്മ വിശ്വാസത്തിലേക്ക് വന്നില്ല. ഒരു ദിവസം അബൂ ഹുറൈറ റസൂലുള്ളാഹിനോട് പറഞ്ഞു, എൻ്റെ ഉമ്മ വിശ്വാസിനിയാകാൻ ഈമാൻ കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണം. അത് വന്ന് പറയുന്നത് റസൂലിനെ പറ്റി വരെ ആക്ഷേപകരമായിട്ട് അബൂ ഹുറൈറയുടെ ഉമ്മ സംസാരിച്ചു. അതുകൊണ്ട് അള്ളാഹിന്റെ റസൂൽ ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു, അല്ലാഹുവേ അബൂ ഹുറൈറയുടെ ഉമ്മാക്ക് വിശ്വാസവും ഈമാനും കൊടുക്കണേ. അബൂ ഹുറൈറ സന്തോഷിച്ചു ഓടുകയാണ് വീട്ടിലേക്ക്. ഓടുമ്പോ വീട്ടിൽ നിന്ന് കുളിക്കുന്നതിന്റെ വെള്ളം വീഴുന്ന ശബ്ദം കേൾക്കണം. വിശ്വാസിനിയാകാൻ വേണ്ടി കുളിച്ച് ശുദ്ധിയാകണം. അവിടുന്ന് ദുആ ചെയ്തിട്ട് റസൂലുള്ളാഹിന്റെ ദുആ കഴിഞ്ഞിട്ട് ഓടുകയാണ് വീട്ടിലേക്ക്. ഭാഗ്യവാൻ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു. അബൂ ഹുറൈറക്ക് ആനന്ദം ആഹ്ലാദും തിടുക്കവും നിയന്ത്രിച്ചിട്ട് നിൽക്കുന്നില്ല. ഉമ്മ പുറത്തുനിന്ന് വിളിച്ചു. വെള്ളം ഇങ്ങനെ വീഴുന്ന ശബ്ദം കേട്ടപ്പോൾ, കുളിക്കുന്ന ശബ്ദം കേട്ടപ്പോൾ, ഉമ്മ അത് ഞാനാണ്. കുളി കഴിഞ്ഞിട്ട് ഉമ്മ വാതിൽ തുറക്കുമ്പോൾ ആദ്യം പറയുന്ന വാക്ക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അബൂ ഹുറൈറ തിരിച്ചു ഓടി വന്നിട്ട് ഈ സന്തോഷ വൃത്താന്തം അറിയിക്കുമ്പോൾ ഇനി ഒരു ദുആയും കൂടി ദ്വാരക്കണം. എന്താ ദ്വാരക്കേണ്ടത്? ലോകത്തുള്ള മുഅ്മിനീങ്ങളോടൊക്കെ എനിക്കും എൻ്റെ ഉമ്മാക്കും സ്നേഹം ഉണ്ടാവണം. ലോകത്തുള്ള മുഅ്മിനീങ്ങളൊക്കെ എന്നെ എൻ്റെ ഉമ്മാനെയും സ്നേഹിക്കണം. അതിന് ദ്വാരക്കണം എന്ന് പറഞ്ഞു. അല്ലാഹുവിൻ്റെ റസൂൽ ദുആ ചെയ്തു, അല്ലാഹുവേ എല്ലാ മുഅ്മിനീങ്ങളോടും അബൂ ഹുറൈറക്കും ഉമ്മാക്കും സ്നേഹം കൊടുക്കണേ. എല്ലാ മുഅ്മിനീങ്ങൾക്കും അബൂ ഹുറൈറയോട് സ്നേഹം കൊടുക്കണേ. ഇന്ന് ലോകത്ത് ഒരു ദിവസവും സൂര്യൻ അസ്തമിക്കുന്നില്ല, സൂര്യൻ ഉദിക്കുന്നുമില്ല. രാത്രിയായ ശേഷം അബൂ ഹുറൈറയുടെ പേര് 1000 തവണ ലോകത്ത് ഉച്ചരിക്കപ്പെടാതെ. കാരണം ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിരിക്കുന്നു, അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറയിൽ നിന്ന് നിവേദനം, അബൂ ഹുറൈറ അറിയിക്കുന്നു, അബൂ ഹുറൈറയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ദർസായ ദർസുകളിൽ, കോളേജായ കോളേജുകളിൽ, അറബി കോളേജുകളിൽ, ഹറമുകളിൽ, അല്ലാത്ത പ്രദേശങ്ങളിൽ, അജമി നാടുകളിൽ, ലോകത്ത് മുഴുവൻ എവിടെ പരിശുദ്ധ റസൂലിന്റെ ഒരു ഹദീസിന്റെ കഷ്ണം ഒരാൾ കേൾക്കുകയോ പഠിക്കുകയോ ചെയ്യുന്നുണ്ടോ? വലിയ വലിയ സഹാബികൾ വേറെയുണ്ട്, മഹാന്മാരായ സഹാബികളുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനേക്കാൾ മഹാന്മാരായ സഹാബികളുണ്ട്, ഒരു സംശയവുമില്ല. ഖുലഫാഉർ റാഷിദീങ്ങൾ അബൂ ഹുറൈറയേക്കാൾ മഹാന്മാരാണ്. സ്വർഗം കൊണ്ട് സന്തോഷ വൃത്താന്തം അറിയിക്കപ്പെട്ട 10 പേരിൽ ബാക്കി 6 പേർ ഏറ്റവും വലിയ മഹത്തുക്കളാണ്. പക്ഷേ അബൂ ഹുറൈറയുടെ പേര് ഓർക്കപ്പെടുന്ന പോലെ, അബൂ ഹുറൈറയുടെ പേര് പരാമർശിക്കപ്പെടുന്ന പോലെ ആ പേരുകളൊന്നും പരാമർശിക്കപ്പെടാതെ പോകുന്നത് അവരതിന് യോഗ്യത ഇല്ലാത്തതുകൊണ്ടല്ല. ഈ യോഗ്യത അബൂ ഹുറൈറക്ക് കിട്ടിയത് പരിശുദ്ധ റസൂലിന്റെ പ്രാർത്ഥനയുടെ ഫലമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ
അബൂ ഹുറൈറ ഒരു ദിവസം വിശന്നിട്ട് ഒന്നും കഴിക്കാൻ കഴിയാതെ അങ്ങനെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് കിട്ടണം എന്നുള്ള നിലക്ക് കഴിക്കാൻ ആരെങ്കിലും ഒന്ന് ഭക്ഷണം കഴിക്കാൻ കൊണ്ടുപോകുന്നു. അന്നൊക്കെ മിക്കവാറും പട്ടിണിയാണ്. പച്ചവെള്ളം ഈത്തപ്പഴം കിട്ടിയാലായി, അല്ലാത്ത ആഹാരങ്ങളില്ല. ഇന്ന് ആഹാരം കൊണ്ട് സമൂഹം നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. കല്യാണങ്ങളും സൽക്കാരങ്ങളും സദ്യകളും നിറഞ്ഞ ആഴ്ചയിൽ 7 ദിവസവും ആർഭാട ആഹാരം കഴിച്ച് അതിലൂടെ ഹൃദയത്തിനും ശരീരത്തിനും ആത്മാവിനും രോഗം ബാധിക്കുന്ന ഒരവസ്ഥയിൽ നമ്മൾ എത്തിയ ഈ ഒരു സാഹചര്യത്തിൽ പ്രിയപ്പെട്ടവരെ, വളരെ സൂക്ഷിക്കേണ്ടതാണ് ജീവിതത്തെയും ആഹാരത്തെയും കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ. അതിലും പരിശുദ്ധ റസൂലിന്റെ കാരുണ്യം സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർക്കേണ്ടതും പകർത്തേണ്ടതുമാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മസ്ജിദിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കൂടെ കൂടിയിട്ട് ഭക്ഷണം കഴിക്കാനാണ് ഉദ്ദേശം. പക്ഷെ നേരാണ്ട് പോയിട്ട് ഭക്ഷണം എന്ന് പറയാനുള്ള മടിയുണ്ട് ഒരായത്തിനെ പറ്റി ചോദിച്ചു. ഖുർആനിലെ ഒരായത്തിനെ പറ്റി ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് ഭക്ഷണം പറയാമെന്ന് വിചാരിച്ചു. ആയത്തിന്റെ കാര്യം ചോദിച്ചതിന് മറുപടിയും പറഞ്ഞ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നടന്നുപോയി. ഭക്ഷണത്തിന് പരിഹാരമില്ല. ഉമർ റളിയല്ലാഹു അൻഹു ഇറങ്ങി വന്നപ്പോൾ വീണ്ടും കൂടെ കൂടി. നേരത്തെ എനിക്ക് വിശക്കുണ്ട് എന്ന് പറയാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ഒരു ദീനിയായ കാര്യം സംസാരിച്ചു. അതിന് മറുപടി പറഞ്ഞ് ഉമർ റളിയല്ലാഹു അൻഹു പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപാടെ ചോദിച്ചു, അബൂ ഹുറൈറ എന്ത് പറ്റി എന്ന് ചോദിച്ചു. അബൂ ഹുറൈറ പറയാണ്, എൻ്റെ വിഷമം അല്ലാഹുവിൻ്റെ റസൂലിന് മനസ്സിലായി, ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. അബൂ ഹുറൈറയെ കൂടെ കൂട്ടിയിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിലേക്ക് കൊണ്ടുപോയി പാലെടുത്തിട്ട് കൊടുത്തു. ഇത്തിരി പാല് കൊടുത്തിട്ട് സുഫയുടെ അഹ്ലുകാർക്ക് വിതരണം ചെയ്യാൻ പറഞ്ഞു. സുഫ, അസ്ഹാബു സുഫ, അഹ്ലു സുഫ. മദീനയിലെ റസൂലുള്ളാഹിന്റെ മസ്ജിദിൽ മിഹ്റാബിന്റെ ഒക്കെ തൊട്ടടുത്ത് റൗളത്തും മിൻ റിയാദിൽ ജന്നയോട് ചേർന്ന് നിൽക്കുന്ന ഭാഗത്ത് മസ്ജിദ് എത്രയോ തവണ പുനർനിർമ്മിക്കപ്പെട്ട് പല രീതിയിൽ പുനർനിർമ്മാണം നടന്ന് അകത്തൊക്കെ പല മാറ്റം വരുത്തിയിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാട്ടിയ തൂണുകൾക്കോ, തൂണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മെറ്റീരിയലൊക്കെ മാറ്റിയിട്ടുണ്ടാവും, ആ തൂണ് ആ സ്ഥാനം മാറ്റിയിട്ടില്ല. എന്ന മാതിരി ഈ സുഫയുടെ സ്ഥലം അങ്ങനെ തന്നെ നിൽക്കണം. അതിൻ്റെ മുകളിൽ കയറിയിട്ടാണ് എല്ലാ വക്തിനും മസ്ജിദ് നബവിയിലെ മുഅദ്ദിൻ ബാങ്ക് മുഴക്കുന്നത്. അതൊരു ഒരു പ്രത്യേകമായൊരു സ്ഥലം, ഒരു മേൽക്കെട്ടി പോലെ കെട്ടി അവിടെ നിൽക്കണം. അത് പാവങ്ങളായ സഹാബികൾ പാർത്തിരുന്ന സ്ഥലമാണ്. ഒരു വരുമാനമില്ല, ജീവിക്കാൻ ഒരു വഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരോടെങ്കിലും പറഞ്ഞവരെ ഭക്ഷണം കഴിപ്പിച്ചെങ്കിലല്ലാതെ, മറ്റുള്ള സഹാബികൾ കൊടുത്തെങ്കിലല്ലാതെ അവർക്ക് അന്നമില്ല, ആഹാരമില്ല. അവർക്ക് കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞു പാല്, കുറച്ച് പാല് കൊടുത്തിട്ട്. ഇതെങ്ങനെ ഈ കണ്ട ആളുകൾക്കൊക്കെ കൊടുക്കാന്ന് വിചാരിച്ച് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പ്രയാസപ്പെട്ട് നിൽക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്ന പാലാണ്. അബൂ ഹുറൈറക്ക് അതറിയാം. കൊണ്ടുപോയി കുടിച്ചു, എല്ലാവരും കുടിച്ചു. ഈ കുറഞ്ഞ പാല് എല്ലാവരും കുടിച്ചു. കുടിച്ചിട്ടും പാൽ അങ്ങനെ തന്നെ നിൽക്കണം. പാലിന് മാറ്റല്ല, കുടിച്ച് എല്ലാവരും കുടിപ്പിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ ഹുറൈറയുടെ കയ്യിൽ കൊടുത്തു. ഖുദ് ഫഅതിഹിം, നീ അവർക്ക് കൊണ്ടുപോയി കൊടുക്കുമെന്ന് പറഞ്ഞു. നീ എടുത്തിട്ട് അവരൊക്കെ കുടിപ്പിക്കുമെന്ന് പറഞ്ഞു. അബാഹിർ എന്നെ റസൂലുള്ളാഹി വിളിക്കണുള്ളൂ. അബാഹിർ, അബൂ ഹുറൈറ എന്നുള്ള സ്നേഹിച്ചിട്ട് ഓമനത്വത്തോടെ വിളിക്കാണ്. അബാഹിർ, അവർ കൊണ്ടുപോയി കൊടുക്കുമെന്ന് പറഞ്ഞു. ലബ്ബൈക യാ റസൂലല്ലാഹ്, ഞാൻ അങ്ങനെ തന്നെ ചെയ്യാന്ന് പറയാൻ വേണ്ടിയിട്ട് അബൂ ഹുറൈറ പറഞ്ഞ വാക്ക് നഅം എന്നല്ല, ലബ്ബൈക ലബ്ബൈക. ഞാനത് അണഞ്ഞു യാ റസൂലല്ലാഹ്, ഞാനത് തയ്യാറ് യാ റസൂലല്ലാഹ്, ലബ്ബൈക യാ റസൂലല്ലാഹ്. അവരൊക്കെ കുടിച്ച് വിശന്ന് നിൽക്കുകയാണ്. അബൂ ഹുറൈറ വിശന്ന അബൂ ഹുറൈറയോട് പറഞ്ഞത് അവർക്ക് കൊണ്ടുപോയി കൊടുക്കാനാണ്. സ്വന്തം കാര്യത്തിൽ ഇപ്പോഴും പരിഹാരമാകാതെ നിൽക്കണ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ സ്നേഹത്തിൽ മറ്റു സഹാബികളെ സ്നേഹിച്ചു കൊണ്ടുപോയി കൊടുത്തു. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, ബഖീതു വ അന അന്ത അബാഹിർ, ഇപ്പൊ നീയും ഞാനും മാത്രം ബാക്കിയായി എന്ന് പറഞ്ഞു. ബാക്കിയുള്ളവരൊക്കെ കുടിച്ചു. ഇത്തിരി പാല് മുഅ്ജിസത്താണ് ഈ പറയുന്നത്. ഇത് മുഅ്ജിസത്താണ്. ഇത്തിരി പാല് എല്ലാവരും കുടിച്ചിട്ടും പാല് ബാക്കിയാണ്. ഇനി നമ്മളുണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. സദഖ്ത യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ അങ്ങ് പറഞ്ഞത് ശരി എന്ന് അബൂ ഹുറൈറ പറഞ്ഞു. നമ്മൾ രണ്ടാളുള്ളൂ. ഉഖ്ഉദ് വശ്റിബ്, ഇരുന്ന് കുടിക്കുക എന്ന് പറഞ്ഞു അബൂ ഹുറൈറയോട്. അങ്ങനെ കുടിച്ചു. അബൂ ഹുറൈറ ഇത്തിരി പാല് കുടിച്ചു, പിന്നെയും കുടിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇശ്രിബ്, കുടിക്കുക എന്ന് പറഞ്ഞു. പിന്നെയും കുടിച്ചു. ഇശ്രിബ്, കുടിക്കുക എന്ന് പറഞ്ഞു. ഇത്ര പാല് കുടിച്ചിട്ടും പാല് തീരുന്നില്ല. ലാ വല്ലദീ ബഅസക ബിൽ ഹഖ് മാ അജിദു ലഹു മസ്ലക,
ഹക്കുമായിട്ട് അങ്ങയെ നിയോഗിച്ച അള്ളാഹുവിനെ തന്നെ സത്യം, നീ കുടിക്കാൻ എനിക്കൊരു വഴിയില്ല എന്ന് പറഞ്ഞു. വയറ് നിറഞ്ഞ് കുടിക്കാനൊരു നിവൃത്തിയില്ല എന്നുള്ള മട്ടിലെത്തിയപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശന്നിട്ട് മസ്ജിദിന്റെ മുമ്പിൽ എന്തെങ്കിലും കിട്ടിയെങ്കിൽ വിശപ്പടക്കാമെന്ന് വിചാരിച്ചിരുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്തിന്റെ പാല് കുടിച്ചിട്ട് പറഞ്ഞു, ലാ വല്ലദീ ബഅസക ബിൽ ഹഖ് മാ അജിദു ലഹു മസ്ലക, ഒരു വഴിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാത്രം തിരിച്ചു വാങ്ങിയിട്ട് ഫഅരിനി, എന്നെ കാണിക്ക്, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. പാത്രം എടുത്ത് നോക്കുമ്പോൾ ആ പാല് പിന്നെയും ബാക്കിയുണ്ട്. അങ്ങനെ അതിൽ ബാക്കിയായ ഇത്തിരി പരിശുദ്ധ റസൂൽ കുടിച്ചു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരി തൂകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പുഞ്ചിരിക്കുമ്പോ ചുറ്റുവട്ടത്തും നിലാവ് വന്ന പോലെ, അത്ഭുതകരമായ ആഹ്ലാദം എങ്ങും പരക്കുന്ന പോലെ. അതേസമയം അവിടുന്ന് കോപിച്ചാലോ, വകാന ഇദാ ഗളിബ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കോപിച്ചാൽ അഹ്മറ വജ്ഹുഹു, അവിടുത്തെ മുഖം ചുവന്നു തുടുക്കുമായിരുന്നു. കഅന്നമാ ഫഖിഹ ഫീ വജ്നതിഹി ഹബ്ബുർ റുമ്മാൻ, റുമ്മാൻ പഴത്തിന്റെ കുരു ചുവന്ന പോലെ അവിടുത്തെ മുഖം ചുവന്നു തുടുക്കുമായിരുന്നു ദേഷ്യം വരുന്ന സമയത്ത്. സല്ലൈതു മഅ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ നിസ്കരിച്ചു. സലാത്തൽ ഊലാ, ഒന്നാമത്തെ നിസ്കാരം. ഒരു സഹാബി പറയാണ്, ഒന്നുകിൽ ഫജ്ർ അവിൽ ളുഹർ, ഒന്നുകിൽ ഫജ്ർ ആയിരിക്കണം അത്, അല്ലെങ്കിൽ ളുഹർ ആയിരിക്കണം. ഒന്നാമത്തെ നിസ്കാരം നീ സഹാബി പറയണത്. ثم خرج الى اهله, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടുകാരിലേക്ക് പുറപ്പെട്ടു. വഖറജ്തു മഅഹു, ഞാനും കൂടെ കൂടി. ഫസ്തഖ്ബലഹു വലദാൻ, രണ്ട് കുട്ടികൾ റസൂലിനെ സ്വീകരിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫജഅല യംസഹു ഖദ്ദൈ അഹദിഹിം വാഹിദൻ വാഹിദ, ആ രണ്ട് കുട്ടികളുടെ ഓരോരുത്തരുടെ കബളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ തലോടി. ആ കുട്ടികളുടെ മുഖത്ത് നിന്ന് സുഗന്ധം പരന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുണ്യമാക്കപ്പെട്ട കൈവിരലുകൾ തലോടിയതിന്റെ പേരിൽ ഈ കുഞ്ഞുങ്ങളുടെ കവിൾത്തടത്തിൽ നിന്ന് പരിമളം പരന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തെ ഏറ്റവും അത്ഭുതകരമായ സൃഷ്ടി, ഏറ്റവും ഉത്തമമായ സൃഷ്ടി. ബുറാഖ് എന്ന വാഹനത്ത് കയറുമ്പോൾ പോലും ജിബ്രീൽ പറഞ്ഞു ബുറാഖിനോട്, മാ റകിബക അഹദുൻ അക്രമുൻ അലല്ലാഹി മിൻഹു, ഇതിനേക്കാൾ ബഹുമാന്യനായ ഒരാളും ബുറാഖെ നിന്റെ മേൽ ഇന്നോളം കയറിയിട്ടില്ല. അപ്പൊ ഒരു കാര്യം വ്യക്തമാണ്, ഈ ബുറാഖ് എന്ന വാഹനം ഇതിനു മുമ്പും പല അമ്പിയാക്കളും കയറിയിട്ടുണ്ട് എന്നർത്ഥം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ലൈസ അഹദുൻ മിനൽ ഖലായിഖ് യഖൂമു ദാലികൽ മഖാം, അല്ലാഹുവിന്റെ അർശിന്റെ വലതു ഭാഗത്ത് ഖിയാമത്തിൽ ഞാൻ നിൽക്കും, ആ സ്ഥലത്ത് വേറെ ആരും നിൽക്കുകയില്ല. ഇന്നലി അസ്മാഉൻ, എനിക്ക് ചില പേരുകളുണ്ട്. അന മുഹമ്മദുൻ, ഞാൻ മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വ അന അഹ്മദുൻ, ഞാൻ അഹ്മദാണ്. മുഹമ്മദ് എന്ന് പറഞ്ഞാൽ സ്തുതിക്കപ്പെടുന്ന വ്യക്തിത്വം, സ്തുതിക്കപ്പെടുന്ന വ്യക്തിത്വം, പ്രകീർത്തിക്കപ്പെടുന്ന വ്യക്തിത്വം. അഹ്മദ് എന്ന് പറഞ്ഞാൽ നേരെ വിപരീതം, സ്തുതിക്കുന്ന വ്യക്തിത്വം. മുഹമ്മദ് ഏറ്റവും സ്തുതിക്കപ്പെടുന്ന വ്യക്തിത്വം, അഹ്മദ് ഏറ്റവും അധികം സ്തുതിക്കുന്ന വ്യക്തിത്വം. ആരെ? അല്ലാഹുവിനെ. പരിശുദ്ധ റസൂലിന്റെ പേരുകളിൽ ഈ രണ്ടും അടങ്ങിയിരിക്കുന്നു. ഒന്ന് റസൂലിനെ ഒരു ലോകം മുഴുവനും പ്രപഞ്ചം മുഴുവനും സ്തുതിക്കുന്നു, ഒന്ന് റസൂൽ അല്ലാഹുവിനെ ഏറ്റവും അധികം സ്തുതിക്കുന്നു. ഈ റസൂലാണ് പഠിപ്പിച്ചത്, ഭക്ഷണം കഴിച്ചാൽ അൽഹംദുലില്ലാഹ്, എന്തെങ്കിലും നല്ല കാര്യം കണ്ടാൽ മാഷാ അല്ലാഹ്, ഒന്ന് തുമ്മിയാൽ അൽഹംദുലില്ലാഹ്. ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പല ഘട്ടങ്ങളിലും പല സന്ദർഭങ്ങളിലും അല്ലാഹുവിനെ സ്തുതിക്കാനായിട്ട് പഠിപ്പിച്ചു. എന്തിനേറെ പറയണം, മനുഷ്യന്റെ ജീവിതത്തിൽ നിന്ന്, ശരീരത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു ഭാരം നീക്കപ്പെട്ടാൽ വരെ അൽഹംദുലില്ലാഹ് എന്ന് ചൊല്ലാൻ പരിശുദ്ധ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അനൽ മാഹി, ഞാൻ മാഹിയാണ്. അല്ലദീ യംഹു ബിൽ കുഫ്ര, എന്നെ കൊണ്ടാണ് അല്ലാഹു അവിശ്വാസം നീക്കിക്കളയുക. ആ നീക്കിക്കളയുന്നവൻ എന്ന അർത്ഥത്തിൽ, നിർമാർജനം ചെയ്യുന്നവൻ എന്ന അർത്ഥത്തിൽ ഞാൻ അൽ മാഹിയാണ്. വ അനൽ ഹാശിർ, ഞാൻ വിചാരണക്കാരനുമാണ്. അല്ലദീ യുഹ്ശറുൻ നാസു അലാ ഖദമയ്യ, എന്റെ കാൽക്കലാണ് മനുഷ്യവംശം വിചാരണ ചെയ്യപ്പെടുക, എന്റെ കാൽക്കലാണ് മാനവരാശിയെ അല്ലാഹു വിചാരണ ചെയ്യുക. വ അനൽ ആഖിബ്, ഞാൻ ഒടുക്കമാണ്. അല്ലദീ ലൈസ ബഅദഹു നബിയ്യുൻ, എന്തുകൊണ്ടെന്നാൽ
എനിക്ക് ശേഷം മറ്റൊരു നബിയില്ല. സല്ലല്ലാഹു അലാ മുഹമ്മദ്. जब ज़बान पर मोहम्मद का नाम आ गया, आसमां से दुरूद और सलाम आ गया. जब ज़बान पर मोहम्मद का नाम आ गया, आसमां से दुरूद और सलाम आ गया. ചുണ്ടിൽ മുഹമ്മദിന്റെ പേര് വന്നതോടെ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം ആകാശത്തിൽ നിന്ന് സലാത്തും സലാമും വരികയായി. സോസ ഫിർഖത്ത് സെ ദിൽ ജബ് പരേശാൻ ഹുവാ. അല്ലാഹുവിന്റെ റസൂലിനെ പിരിഞ്ഞതിന്റെ ഫലമായി എന്റെ ഹൃദയം വിരഹ ദുഃഖത്തിൽ കിടന്ന് പിടയുമ്പോ, അവിടുത്തോടുള്ള അഭാവത്തിൽ എന്റെ മനസ്സ് വിഷമിക്കുമ്പോ, റസൂലിനെ ഓർത്ത് എന്റെ മനം വിതുമ്പുമ്പോ, लब पेला तक न तूका പയാമാ ഗയാ. എന്റെ ചുണ്ടിലോളം ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ സന്ദേശം കൈവരികയായി. ജബ് ബഡി ഹദ് സേ ദീദാർ കി തശ്നഗി, ജബ് ബഡി ഹദ് സേ ദീദാർ കി തശ്നഗി. അവിടുത്തെ കാണാനുള്ള മോഹം എന്റെ മുമ്പിൽ വല്ലാതെ തുടുക്കമാകുമ്പോ, റൂബറൂ മേരേ മാഹേ തമാമാ ഗയാ. എന്റെ കണ്ണിന്റെ മുമ്പിൽ അഭിമുഖമായിട്ടതാ പൂർണ്ണചന്ദ്രനായ നബി ഉദിച്ചു നിൽക്കുകയാണ്. അങ്ങനെയും വരും. ഉറക്കത്തിലല്ല, ഉണർച്ചയിലും കാണും. ഉറക്കത്ത് കാണുന്നത് വിശേഷമേ അല്ല എന്നാ ഞാൻ പറയാ. ഉണർച്ചയിൽ കാണുന്നതാണ് വിശേഷം. ഒറ്റക്കിരിക്കുമ്പോ, ഓർത്ത് കൽബിൽ നിറയുമ്പോ ശരീരം തളരും, കയ്യും കാലും തളർന്നു പോകുന്നൊരവസ്ഥ വരും. ജബ് ബഡി ഹദ് സേ ദീദാർ കി തശ്നഗി, ജബ് ബഡി ഹദ് സേ ദീദാർ കി തശ്നഗി. അവിടുത്തെ കാണാനുള്ള മോഹം വല്ലാതെ അതിർത്തി വിട്ടു പോകുമ്പോ, സഹിക്കാൻ കഴിയാതെ വരുമ്പോ, ലോകത്ത് പല കാര്യത്തിനും കണ്ണ് നിറയുന്നവരില്ലേ നമ്മളെ കൂട്ടത്തില്? എപ്പോഴെങ്കിലും റസൂലുള്ളാഹിക്ക് വേണ്ടി കണ്ണ് നിറഞ്ഞിട്ടുണ്ടോ എന്നൊന്ന് ഓർക്കണം. എന്റെ പ്രിയപ്പെട്ട യുവ സമൂഹമേ, ഓർക്കണം. പരിശുദ്ധ മദീനയിൽ അണയാൻ മോഹിക്കണം. ആ മദീനയിലേക്ക് ചെല്ലുമ്പോ അല്ലാഹുവിന്റെ അർശിൽ വരവേൽപ്പ് നൽകപ്പെട്ട വലിയ ഒരു മഹാനായകന്റെ അതിഥിയാണ് നീ എന്നുള്ളതും ഓർക്കണം. അർശിൽ വിരുന്നുകാരനായി പോയ അല്ലാഹുവിന്റെ റസൂലിന്റെ അതിഥിയായിട്ടാണ് നീ മദീനയിൽ അണഞ്ഞത് എന്നും ഓർക്കണം. പരിശുദ്ധ റസൂലിന്റെ സുന്നത്തുകളെ ജീവിപ്പിക്കണം. അവിടുത്തെ തിരുചര്യയെ നീ ജീവിതത്തിന്റെ മന്ത്രമാക്കണം, തത്വമാക്കണം, തത്വശാസ്ത്രമാക്കണം, നീ പ്രത്യയശാസ്ത്രമാക്കണം. നീ ഒരു ഈന്തപ്പനയുടെ ചീന്തുകൊണ്ടെങ്കിലും നബി സുന്നത്തിനെ ഹയാത്താക്കണം. സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. സമുദായ മൈത്രിയുടെ കൊടിവാഹകനാകണം. നീ മദീനയുടെ നായകൻ പഠിപ്പിച്ച മനുഷ്യത്വത്തെ നിന്റെ മാറോട് ചേർക്കണം. വർഗീയതക്കെതിരെ, ഭീകരതക്കെതിരെ, തീവ്രതക്കെതിരെ, സകലമാന വംശവെറിക്കെതിരെ, മനുഷ്യവംശത്തെ വിഭജിച്ച് നിർത്തുന്ന ഉച്ചനീചത്വങ്ങൾക്കെതിരെ, ഐത്തങ്ങൾക്കെതിരെ നീ മനുഷ്യത്വത്തിന്റെ കൊടിവാഹകനാകണം. അത് പരിശുദ്ധ റസൂലിന്റെ തത്വമാണ്. സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ. മനുഷ്യത്വം പഠിക്കേണ്ടത് റസൂലിൽ നിന്നാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഒരു യഹൂദൻ വന്നുകൊണ്ട് നബിയോട് ആവശ്യപ്പെട്ടു, എനിക്ക് എന്തെങ്കിലും സഹായം ചെയ്യണമെന്ന്. ആവശ്യപ്പെടുന്നത് യഹൂദനാണെന്ന് ഓർക്കണം. അന്ന് യഹൂദികൾ മദീനയിൽ പരിശുദ്ധ റസൂലിന്റെ ഒട്ടും സ്നേഹിച്ചിരുന്നില്ല എന്നുള്ളതും നിങ്ങൾ ഓർക്കണം. വിഷം കൊടുത്ത് വധിക്കാൻ വരെ ഒരുങ്ങി പുറപ്പെട്ടവർ യഹൂദികൾക്കിടയിൽപ്പെട്ടവരായിരുന്നു എന്നും ഓർക്കണം. ഈ യഹൂദൻ വന്നുകൊണ്ട് പറയുന്നു, എനിക്ക് എന്തെങ്കിലും നൽകണേ എന്ന്. 2 മലകൾക്കിടയിലുള്ള ആട്ടിൻപറ്റത്തെ മുഴുവൻ ആ യഹൂദിക്ക് ദാനം ചെയ്തു. ലോകനായകനെ പരിശുദ്ധ മുസ്തഫ. എന്നാണിങ്ങൊന്ന് ആലോചിച്ച് നോക്കണം. മുസ്ലിം സമുദായത്തോട് ഒട്ടും മമതല്ലാത്ത മദീനയിലെ യഹൂദികൾക്ക്, അതിൽപ്പെട്ട ഒരാൾക്ക്, ഒരാടിനല്ല, 2 മലകൾക്കിടയിലുള്ള ആട്ടിൻപറ്റത്തെ മുഴുവൻ ദാനമായി നൽകിയ പരിശുദ്ധ മുസ്തഫ മുഹമ്മദ്
സല്ലല്ലാഹു അലൈഹി വ ആലിഹി വ അസ്ഹാബിഹി വസല്ലം. ആ മാർഗമാണ് എന്നെന്നും വിജയിക്കുന്ന മാർഗം. അത് ശാന്തിയുടെ മാർഗമാണ്, അത് സമാധാനത്തിന്റെ മാർഗമാണ്. മൈത്രിയുടെ പ്രചാരകനാകണം. ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ സ്നേഹികളുമാകണം. ഭാരത മഹാരാജ്യം ലോകത്ത് അത്ഭുതം നിറഞ്ഞ രാജ്യമാണെന്ന് എപ്പോഴും ഓർക്കണം. അത് മദീനയുടെ നായകന്റെ മാർഗത്തിൽ നിന്നുകൊണ്ട് തന്നെ ചെയ്യുമ്പോ അത് ഏറ്റവും വലിയ ഒരു സൽപ്രവർത്തനമായി തീരുകയാണ്. സ്വന്തം രാജ്യത്തോടുള്ള കൂറും മതേതരത്വം എന്ന് പറഞ്ഞാൽ എല്ലാ മതത്തിൽപ്പെട്ടവരെ മാനിക്കലാണെന്ന വിശ്വാസവും കൊണ്ട് നീ ഇവിടെ മനുഷ്യത്വത്തിന്റെ ഒരു വൻമതിൽ തീർക്കണം. അങ്ങനെ വരുമ്പോ രാജ്യസ്നേഹിയായിക്കൊണ്ട് തന്നെ നിനക്ക് വലിയ മുസൽമാനും വലിയ ഭാരതീയനുമായിട്ട് ജീവിക്കാൻ കഴിയും. മുൻഗാമികൾ കാണിച്ചു തന്ന പോലെ മഹാത്മാഗാന്ധി എപ്രകാരം നല്ല ഹിന്ദുവും നല്ല ഇന്ത്യക്കാരനുമായോ അപ്രകാരം നല്ല ഹിന്ദുവും നല്ല ഇന്ത്യക്കാരനും നല്ല മുസൽമാനും നല്ല ഇന്ത്യക്കാരനുമാകണം. അതിന് പരിശുദ്ധ റസൂലിന്റെ മാർഗത്തിൽ നിന്നുകൊണ്ട് മനുഷ്യത്വത്തെ നീ മാറോട് ചേർക്കണം. ഇന്ത്യക്ക് ഏറ്റവും വലിയ മാതൃക കാട്ടി മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. ആ ഗാന്ധിജി പറഞ്ഞു, ഞാൻ ഇന്ത്യക്ക് വേണ്ടി ആഗ്രഹിക്കുന്നത് അബൂബക്കറിന്റെയും ഉമറിന്റെയും നന്മയാണ്. ആ രണ്ടുപേരുടെ ഭരണമാണ്. അതിൽ നീതിയുണ്ട്, അതിൽ സത്യമുണ്ട് എന്ന് ഗാന്ധിജി ഊന്നി പറഞ്ഞു. ഗാന്ധിജി മറ്റൊരു സമയത്ത് പറഞ്ഞു, ഞാൻ പരിശുദ്ധ റസൂൽ നോമ്പെടുക്കുന്നത് എന്റെ കണ്ണുകൊണ്ട് കാണുകയാണ്. ഗാന്ധിജി ഏറ്റവും വലിയ ആയുധമായിട്ട് പ്രയോഗിച്ച ഉപവാസമാണ്. ബ്രിട്ടീഷുകാരെ പുറത്താക്കാൻ, വേറെ എന്തെങ്കിലും കാര്യം നേടിയെടുക്കാൻ ഗാന്ധിജി ഒറ്റ ആയുധമേ എടുത്തുള്ളൂ, നോമ്പ് മാത്രമാണ്. ഗാന്ധിജി വാളെടുത്തില്ല, ഗാന്ധിജി ബോംബെടുത്തില്ല. ഗാന്ധിജി അഹിംസയുടെ മന്ത്രം മാത്രം മുഴക്കി. ഗാന്ധിജി ശാന്തി മന്ത്രം മാത്രം മുഴക്കി. മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിൽ തർക്കമുണ്ടായി. ആരാധനാലയങ്ങൾ തകർക്കപ്പെട്ടപ്പോ മുസ്ലിങ്ങളുടെ മസ്ജിദും തകർക്കപ്പെട്ടു, ഹൈന്ദവ ആരാധനാലയങ്ങൾക്കും അപകടം, ക്ഷീണവും ഹാനിയും സംഭവിച്ചു. ഗാന്ധിജി പറഞ്ഞു, മുസ്ലിങ്ങളുടെ മസ്ജിദ് ഹിന്ദുക്കൾ നന്നാക്കി കൊടുക്കണം, ഹിന്ദുക്കളുടേത് മുസ്ലിങ്ങൾ നന്നാക്കി കൊടുക്കണം ക്ഷേത്രങ്ങൾ. ഗാന്ധിജി അതിന് സ്വീകരിച്ച മാർഗം ഉപവാസമാണ്. ഗാന്ധിജി നോമ്പ് നോറ്റു. ഗാന്ധിജി വെള്ളം കഴിക്കില്ലെന്ന് പറഞ്ഞു, ആഹരിക്കില്ലെന്ന് പറഞ്ഞു. ഹിന്ദുക്കൾ ആയുധങ്ങൾ കൊണ്ടുപോയി ഗാന്ധിജിയുടെ മുമ്പിൽ കുന്നുകൂട്ടി, മുസ്ലിങ്ങളും കുന്നുകൂട്ടി. ശാന്തിയുടെ മന്ത്രം എല്ലാവരും ചൊല്ലിക്കൊണ്ടിരിക്കെ ഗാന്ധിജി ഉപവാസം അവസാനിപ്പിച്ചു. ഈ നോമ്പിനെ കുറിച്ച് ഗാന്ധിജി എഴുതുകയാണ്, I see before my eyes the picture of the prophet praying and fasting. പരിശുദ്ധ പ്രവാചകൻ നോമ്പെടുത്ത് പ്രാർത്ഥിക്കുന്ന രംഗം, രൂപം ഞാൻ എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ കാണണമെന്ന ഗാന്ധിജി എഴുതിയത്. ഞാൻ പഠിച്ചിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട് എന്നല്ല. ആ ഗാന്ധിജി ഈ ലോകത്ത് ഇന്ത്യയിൽ പഠിപ്പിച്ചിട്ടുള്ള പാഠം എന്താണ്? ഐ സീ ബിഫോർ മൈ ഐസ്, എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ദ പിക്ചർ ഓഫ് ദി പ്രൊഫറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകന്റെ രൂപം ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വെറും രൂപമല്ല, ഫാസ്റ്റിംഗ് ആൻഡ് പ്രേയിങ്, നോമ്പെടുത്ത് പ്രാർത്ഥിക്കുന്ന പ്രവാചകന്റെ രൂപം. എന്നിട്ട് ഗാന്ധിജി പറഞ്ഞു, ഞാനും നോമ്പ് നോൽക്കും, എന്നിട്ട് ഞാൻ കൂടുതൽ ശക്തിമാനായി മാറും. നോമ്പെടുത്തിട്ട് ശക്തിമാനാവുന്ന ഗാന്ധിജി പറയുന്നു, നോമ്പ് ശക്തിയാണ്. എന്നിട്ട് ഗാന്ധിജി പറഞ്ഞു, നോമ്പെടുത്ത ഞാൻ ഹിന്ദുക്കളോട് കൂടുതൽ ശക്തിയോടെ പറയും അഹിംസയുടെ കാര്യം, മുസ്ലിങ്ങളോട് ഞാൻ കൂടുതൽ ശക്തിയോടെ പറയും അഹിംസയുടെ കാര്യം. അതിനുള്ള ശക്തി ഞാൻ നോമ്പിൽ നിന്ന് കരസ്ഥമാക്കുമെന്ന് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം അങ്ങനെ നേടിയെടുത്തു. സമുദായ മൈത്രിയിലൂടെ മുന്നോട്ട് പോകാവുന്ന പാഠം ഈ നാട് പഠിപ്പിച്ചു. പണ്ഡിതന്മാർ ഗാന്ധിജിയോടൊപ്പം ചേർന്നു. വലിയ വലിയ ആലിമുകൾ ഗാന്ധിജിയുടെ സ്വാതന്ത്ര്യ സമരത്തിന് പിന്തുണ നൽകി. മൗലാന ഹുസൈൻ അഹമ്മദ് മദനിയെ പോലെ, ഷെയ്ഖുൽ ഹിന്ദ് മൗലാന മഹ്മൂദുൽ ഹസനെ പോലെ അവരൊക്കെ ഗാന്ധിജിയോട് ചേർന്ന് നിന്നുകൊണ്ട് ഇന്ത്യയുടെ ഏറ്റവും വലിയ ഭാഗ്യം എല്ലാ മതങ്ങളുടെയും വിളനിലമായി ഈ മണ്ണിനെ മാറ്റിയെടുക്കാൻ ഈ നാടിന്റെ മക്കൾക്ക് സാധിച്ചു എന്നുള്ളതാണ്. അതിനെ പരിപോഷിപ്പിച്ചുകൊണ്ട് ഏറ്റവും വലിയ മനുഷ്യത്വത്തിന്റെ സന്ദേശവാഹകരാകണം. നല്ല ഭക്തിയോടെ, നല്ല മതവിശ്വാസത്തെ മാറോട് ചേർത്തുകൊണ്ട് തന്നെ രാജ്യത്തിന് സേവനം ചെയ്യാൻ കഴിയുമെന്ന് പഠിപ്പിച്ച മഹത്തുക്കളെ ഓർക്കണം.
2 പേര് മാത്രമേ ചരിത്രത്തിൽ മറ്റുള്ളവന്റെ മലം വൃത്തിയാക്കിയത് അറിയപ്പെട്ടിട്ടുള്ളൂ. മറ്റുള്ളവന്റെ മലം തന്റെ കൈകൊണ്ട് വൃത്തിയാക്കിയ 2 പേര് മാത്രമേ ലോക നേതാക്കളിൽ ചരിത്രത്തിലുള്ളൂ. വേറെ അറിയപ്പെടാതെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല. മൂന്നാമതൊരാളും കൂടി പേര് ചേർത്ത് പറയാനുണ്ട് വേണമെങ്കിൽ. അറിയപ്പെട്ട 2 പേര്. ആ 2 പേര്, ഒന്ന് ലോകനായകനായ പരിശുദ്ധ റസൂലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിക്കാൻ വേണ്ടിയിട്ടൊരു ശത്രു വീട്ടിൽ വന്നു. അതിഥിയായിട്ട് റസൂൽ സ്വീകരിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരും സ്വീകരിച്ചു. ശത്രുവിനെയും സ്നേഹിക്കുന്ന പരിശുദ്ധ നബി അയാളും സ്വീകരിച്ചു. അയാൾക്ക് വീട്ടിൽ കടന്നുറങ്ങാൻ സൗകര്യം ചെയ്തു കൊടുത്തു. അയാൾ പുണ്യ റസൂലിനെ അവഹേളിക്കാൻ വേണ്ടി മാത്രം രാത്രി ആ പ്രദേശം മുഴുവൻ അയാൾ മലമൂത്ര വിസർജനം ചെയ്ത് അയാൾ കടന്നുപോയി. അയാൾക്ക് തിരിച്ചു പോയപ്പോൾ അയാളുടെ ഒരു ഉപകരണം അവിടെ മറന്നു വെച്ചത് ഓർമ്മയായി. അത് തിരിച്ചെടുക്കാൻ അങ്ങോട്ട് പോകാൻ വയ്യ. കാരണം അയാൾ അവിടെ വൃത്തികേടാക്കിയിട്ടാണ് മടങ്ങിയത്. എന്നാലും ആ സാധനം കൈവിടാനും അയാൾക്ക് വയ്യ. എങ്ങനെയെങ്കിലും പോയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇല്ലാത്ത സമയം നോക്കിയിട്ട് എവിടുന്ന് എങ്ങനെയെങ്കിലും അത് കരസ്ഥമാക്കാൻ പറ്റുമോ, പുറത്തു പോയിട്ടോ മറ്റോ ഉണ്ടെങ്കിൽ എടുക്കാന്ന് വിചാരിച്ച അയാൾ പോയിട്ട് അയാൾ വീടിന്റെ കുറച്ച് ദൂരെന്ന് അയാൾ നോക്കി വീട്ടിലേക്ക്, പുണ്യ നബിയുടെ ഭവനത്തിലേക്ക്, ആ കൊച്ചു കൂരയിലേക്ക് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. ആ 2 വെളിച്ചത്തിൽ കണ്ട രംഗം അയാളെ ഞെട്ടിപ്പിച്ചു കളഞ്ഞു. അയാളുടെ മലം പുണ്യ റസൂൽ അല്ലാഹുവിന്റെ തിരുദൂതർ ആ മുറി വൃത്തിയാക്കുന്ന രംഗമാണ് ആ 2 വെളിച്ചത്തിൽ അയാൾ ദൂരെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അയാളുടെ കൈകാലുകൾ തളർന്നു. അയാൾ ഓടിച്ചെന്നു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്നയാൾ പ്രഖ്യാപിച്ചു. ഗാന്ധിജിയുടെ ആശ്രമത്തിൽ ഒരു പെൺകുട്ടി ചെന്നു. പല ആളുകളും ചെന്ന കൂട്ടത്തിൽ എല്ലാവർക്കും ആശ്രമത്തിൽ ജോലി കൊടുക്കും. ആ പെൺകുട്ടിക്ക് കൊടുത്ത ജോലി ആശ്രമത്തിൽ കുഷ്ഠം പിടിച്ച് കിടക്കുന്ന രോഗികളുടെ മലം വൃത്തിയാക്കാനുള്ള ജോലി. ആ പെൺകുട്ടിക്ക് വലിയ വിഷമായി. വേറെ ഏത് ജോലിയും ചെയ്യാൻ തയ്യാറാണ്, ഈ ജോലി എങ്ങനെ ചെയ്യാം? ആ പെൺകുട്ടി പലരോടും പറഞ്ഞിട്ട് ഗാന്ധിജിയോടൊന്ന് ശുപാർശ ചെയ്യാൻ പറഞ്ഞു. ഞാൻ ഏത് ജോലിയും ചെയ്യാം. ബാപ്പുജി എന്നാണല്ലോ ഗാന്ധിജിയെ വിളിക്കുക. ബാപ്പു പറയുന്ന ഏത് ജോലിയും ചെയ്യാം, ഈ ജോലി ചെയ്യാൻ കഴിയില്ല, അതെനിക്കൊരു വലിയ പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്, ഒഴിവാക്കി തന്നാൽ നന്നായി. ഗാന്ധിജി അത് കേട്ടു, ഒഴിവാക്കി കൊടുത്തു. ഒഴിവാക്കി കിട്ടിയ ഈ പെൺകുട്ടിക്ക് തോന്നി, ആരായിരിക്കും ആ ഭാഗ്യം കെട്ട ആള്? ഞാൻ ചെയ്തിരുന്ന ജോലി ഇനി മുതൽ ഗാന്ധിജി ഏൽപ്പിച്ചു കൊടുക്കാൻ പോകുന്ന ആളാരാ? കുഷ്ഠരോഗിയുടെ മലം വൃത്തിയാക്കുന്ന ജോലി. പെൺകുട്ടി പോയിട്ട് കാത്തു നിന്നു. പിറ്റേന്ന് ആ കുഷ്ഠരോഗിയുടെ മുറിയിൽ രാവിലെ പോയിട്ട് മലെടുക്കുന്ന ആളാരാ നോക്കാൻ? ഒരു പാത്രത്തിൽ മലവും ഏന്തി വരുന്ന മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയെ ആ പെൺകുട്ടി കണ്ടു. ഇങ്ങനെയാണ് ഗാന്ധിജി ഒരു രാഷ്ട്രത്തിന് നേതൃത്വം നൽകിയത്. ഇങ്ങനെയാണ് ഗാന്ധിജി ഈ നാട്ടിൽ മനുഷ്യത്വത്തിന്റെ വലിയ വക്താവായത്. ഗാന്ധിജിക്ക് ശിവഗിരിയിൽ സ്വീകരണം കൊടുത്തപ്പോൾ സ്വാഗത പ്രസംഗം നടത്തിയ ആള് പറഞ്ഞു, ഇത് വലിയ ആളാണ്, മഹാത്മാവാണ്. ഗാന്ധി സ്റ്റേജിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, ഐ ആം എ സ്കാവഞ്ചർ എന്ന് വിളിച്ചു പറഞ്ഞു. ഞാനൊരു തോട്ടിയാണ്. തോട്ടി എന്ന് പറഞ്ഞാൽ മലെടുക്കുന്ന ആളാണ്. സ്റ്റേജിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, തോട്ടി, സ്കാവഞ്ചർ. ഞാൻ മഹാത്മാവല്ല, ഐ ആം എ സ്കാവഞ്ചർ. ഞാൻ മലെടുക്കുന്ന ആളാണ്. അതായിരുന്നു മഹാത്മാഗാന്ധി. മൂന്നാമതൊരാള് ഞാൻ എൻ്റെ അറിവിൽ മറ്റുള്ളവരെ മലം വൃത്തിയാക്കിയത് കണ്ടത് മൗലാന ഹുസൈൻ അഹമ്മദ് മദനിയാണ്. സ്വാതന്ത്ര്യ സമരത്തിന്റെ നേതാവ്, മഹാപണ്ഡിതൻ, ദേവബന്ദിലെ ദാറുൽ ഉലൂമിലെ വലിയ ഗുരുവായിരുന്ന, ഉസ്താദായിരുന്ന മഹാപണ്ഡിതൻ, സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ കൂടെയുള്ള ഒരു ഹിന്ദു സുഹൃത്ത് തീവണ്ടിയുടെ ടോയ്ലറ്റ് പോയി വന്നിട്ട് പറഞ്ഞു, ഉപയോഗിക്കാൻ വയ്യ, അത്രയും മോശമായിട്ട് വൃത്തികേടായിട്ട് കിടക്കാന്ന് പറഞ്ഞു. മൗലാന ഹുസൈൻ അഹമ്മദ് മദനി, ഞാനൊന്ന് പോയി നോക്കട്ടെ. പോയി നോക്കിയിട്ട് സ്വന്തം കൈകൊണ്ട് തീവണ്ടിയുടെ ടോയ്ലറ്റ് വൃത്തിയാക്കി വന്നിട്ട് കൂടെയുള്ള ഹിന്ദു സുഹൃത്തിനോട് പറഞ്ഞു, കൂടെ യാത്ര ചെയ്യുന്ന ഹൈന്ദവ സഹോദരനോട് പറഞ്ഞു, ഇനി പോയി നോക്കൂ. അദ്ദേഹം പോയപ്പോൾ ടോയ്ലറ്റ് വളരെ വൃത്തി.
അദ്ദേഹം തീവണ്ടിയുടെ ടോയ്ലറ്റ് ഉപയോഗിച്ച് തിരിച്ചു വന്നു. ഇങ്ങനെയാണ് മഹത്വമുള്ളവർ പഠിപ്പിച്ചിട്ടുള്ള പാഠം. ദേശത്തിന്റെ അഭിമാനത്തോടെ ജീവിക്കുമ്പോ അവസാനവും തന്റെ കയ്യിലുള്ള തന്റെ അങ്കി ഒരു യഹൂദന് പണയം വെച്ച് പരിശുദ്ധ റസൂല് മനുഷ്യത്വം പഠിപ്പിക്കുമ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭക്തിയും രാജ്യസ്നേഹവും തമ്മിൽ യോജിപ്പിച്ച വേറെയും കഥകളുണ്ട്. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോ കോഴിക്കോട് ഹജൂർ ആഫീസിന്റെ മുമ്പിന്ന് കയ്യിനും അരക്കും ചങ്ങലട്ടിട്ട് ബ്രിട്ടീഷുകാർ കൊണ്ടുപോകുമ്പോൾ പട്ടാളപ്പള്ളിയിൽ നിന്ന് ബാങ്ക് മുഴങ്ങി. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ കഥ അത്ഭുതകരമാണ്. അബ്ദുറഹ്മാൻ സാഹിബ് പറഞ്ഞു എനിക്ക് നിസ്കരിക്കണം. അപ്പൊ നിസ്കരിക്കാൻ അനുവാദം കൊടുത്തില്ല. അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു തടവ് പുള്ളിയാണ്. ബ്രിട്ടീഷുകാരായിട്ടുള്ള പോലീസും പട്ടാളമൊക്കെ ഉണ്ട്. അബ്ദുറഹ്മാൻ സാഹിബ് ചോദിച്ചു, ഞാൻ ചോദിച്ചത് കേട്ടില്ലേ, എനിക്ക് നിസ്കരിക്കണം. അബ്ദുറഹ്മാൻ സാഹിബ് വീണ്ടും ചോദിച്ചപ്പോ അനുവാദം കൊടുത്തില്ല. ബ്രിട്ടീഷുകാരായ ആളുകൾ ചോദിച്ചു, എന്താണ് ഇദ്ദേഹം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? അദ്ദേഹം പ്രയർ നടത്തണം എന്ന് ആവശ്യപ്പെടാം, അദ്ദേഹത്തിന് നിസ്കരിക്കണം എന്ന് ആവശ്യപ്പെടാം. ബ്രിട്ടീഷുകാർ പറഞ്ഞു സൗകര്യം ചെയ്തെടുത്തോളൂ. ചങ്ങല അഴിക്കാതെ ഹജൂർ ആഫീസിന്റെ കോലായിൽ അവിടെ വിരിച്ചു കൊടുത്ത ഒരു വിരിപ്പിൽ മുഹമ്മദ് അബ്ദുറഹ്മാൻ നിസ്കരിച്ചു. ജയിലിലെത്തിയപ്പോ ഔറത്ത് മറിച്ച് നിസ്കരിക്കാനുള്ള വസ്ത്രം കിട്ടാൻ വേണ്ടി അദ്ദേഹം സമരം ചെയ്തു. മുട്ടുവരെ മാത്രമായിരുന്നു വസ്ത്രം. എല്ലാ ജയിൽ പുള്ളികൾക്കും അത് അനുവദിച്ച് കിട്ടുന്നവരെ അദ്ദേഹം സമരം ചെയ്തു. എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും അദ്ദേഹത്തിന് സുന്നത്ത് നോമ്പായിരുന്നു. അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് അവസാനമായിട്ട് പറഞ്ഞ വാക്ക് ഖുർആൻ അനുസരിക്കുക, നബിചര്യ സ്വീകരിക്കുക, ഹിന്ദുക്കളുമായി നല്ല നിലയിൽ വർത്തിക്കുക. ഈ മഹത്വത്തിന്റെ മാർഗം, രാജ്യത്ത് നന്മയുടെയും സ്നേഹത്തിന്റെയും മാർഗം, മൈത്രിയുടെയും സഹിഷ്ണുതയുടെയും മാർഗം. ജബ് ബഡി ഹദ് സേ ദീദാർ കീ തശ്നഗി, ഒരു പരിധി വിട്ട് പോകുമ്പോ നബിയെ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങയോടുള്ള മോഹം എന്നിൽ അതിര് കടന്നു പോകുമ്പോ റൂബറൂ മേരേ മാഹേ തമാമാ ഗയാ, എന്റെ കണ്ണിന്റെ മുമ്പിൽ പൂർണ്ണ ചന്ദ്രനായിട്ട് അങ്ങ് ഉദിച്ചു നിൽക്കും നബിയെ മുസ്തഫ. അല്ലാഹു നമ്മൾ അങ്ങനെ ആക്കട്ടെ. റസൂലുള്ളാഹിനെ വിചാരിക്കുമ്പോൾ റസൂൽ നമ്മുടെ മുമ്പിൽ തെളിയുന്ന അവസ്ഥ, ഉൻകി മഹഫിൽ കജബ് ബി തസവ്വുർ കിയാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിനെ എപ്പോഴെങ്കിലും ഞാൻ എൻ്റെ മനസ്സിലൊന്ന് സങ്കല്പിച്ചു നോക്കിയാൽ നബി ഇരിക്കുന്ന സദസ്സിനെ, നബി ഇരിക്കുന്ന രൂപത്തെ, നബി ഇരിക്കുന്ന പരിസരത്തെ, നബിയുടെ സഹാബത്തിനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞാനൊന്ന് സങ്കല്പിച്ചു നോക്കിയാൽ ഹാത്ത് മേ സിർറ വഹദത്ത് കജാമാ ഗയാ, എൻ്റെ കയ്യിൽ അല്ലാഹുവിന്റെ വഹദാനിയത്തിന്റെ കോപ്പ വരും, കുടിച്ചു തീർക്കേണ്ട മധുര പാനീയം വരും, വഹദത്തിന്റെ അസ്റാറുകൾ നിറച്ച പാനീയം എൻ്റെ കയ്യിൽ അണഞ്ഞു പോകും. ഞാൻ എൻ്റെ നബിയെ ഓർക്കുമ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലമ, അതൊരു അത്ഭുതമുള്ള സംഭവമാണ്. പരിശുദ്ധ റസൂലിനെ ഓർക്കുമ്പോൾ തൗഹീദ് മനസ്സിലാവും. കാരണം തൗഹീദിന്റെ മുഴുവൻ നായകനും, തൗഹീദ് ലോകത്തിന് ഏറ്റവും കാർക്കശ്യത്തോടെ പഠിപ്പിച്ചതും ഈ പരിശുദ്ധ റസൂലല്ലാതെ മറ്റാരാണ്? എന്റെ റസൂലുമായിട്ട് എനിക്കുണ്ടായിട്ടുള്ള വിടവ്, കാലത്തിന്റെ വിടവ്, 1500 കൊല്ലക്കാലത്തെ വിടവ്, അതൊരു വിടവ് തന്നെയാണ്. നമ്മൾ ആ കാലത്തുണ്ടായില്ല. പക്ഷേ നമുക്ക് വേണ്ടി റസൂലുള്ളാന്റെ വലിയൊരു സന്തോഷ വൃത്താന്തമുണ്ട്. എന്നെ കാണാൻ ആഗ്രഹിക്കുന്നവർ എൻ്റെ ഉമ്മത്തീങ്ങളിൽ പിന്നാലെ വരും. സ്വത്തും മുതലും വിറ്റിട്ടെങ്കിലും എന്നെ ഒരു നോക്ക് കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെ പിന്നാലെ വരുമെന്ന് സഹാബത്തിനോട് പരിശുദ്ധ റസൂൽ. എന്റെ നബിയുമായിട്ട് എനിക്കുള്ള വിടവിന്റെ അകൽച്ചയുടെ വിടവ് സ്വപ്നത്താൽ നികത്തപ്പെട്ടു പോയി. ഒരു സ്വപ്നം അല്ലെങ്കിൽ വേറൊരു സ്വപ്നം, ഒരിക്കൽ കൊലത്ത് കണ്ടു, വേറൊരു കൊലത്ത് കണ്ടു. അപ്പൊ 1500 കൊല്ലത്തെ വിടവില്ലാതായി. നമ്മൾ ആ റസൂലിന്റെ കാലഘട്ടത്തിൽ തന്നെ ജീവിക്കുന്ന പോലെ എന്നെ വല്ലവരും കണ്ടാൽ ഉറപ്പിക്കണം അത് ഞാൻ തന്നെ എന്ന്. എന്തുകൊണ്ടെന്നാൽ പിശാചിന് എന്റെ രൂപം സ്വീകരിക്കാൻ കഴിയില്ല എന്ന് പരിശുദ്ധ റസൂൽ മുസ്തഫ
ആങ്ക് കോലി, സ്വപ്നം കഴിഞ്ഞിട്ട് കണ്ണു തുറന്നപ്പോ ആങ്ക് കോലി തോ ബാബുസലാമാകയാ, കണ്ണു തുറന്നു നോക്കുമ്പോ ഞാനതാ ബാബുസലാമിൽ നിൽക്കുകയാണ്. മദീനയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സലാം പറയാൻ വേണ്ടി പോകുന്നവരെ കടത്തിവിടുന്ന വാതിലാണ് ബാബുസലാം. പുറത്തങ്ങോട്ട് കടന്നാൽ നേരെ റൗദന്റെ മുമ്പ് കൂടി പോയിട്ട് ബാബുൽ ബഖീഇൽ ചെന്നിട്ട് നിൽക്കാം. ബാബുൽ ബഖീ എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബഖീഇലേക്ക് പോകാൻ വേണ്ടി അവിടുത്തെ കുടുംബത്തിനും സഹാബത്തിനും ഖബറടക്കിയിട്ടുള്ള ഈ ലോകത്തെ ഏറ്റവും വലിയ മുത്തുമണികൾ കടന്നുറങ്ങുന്ന ഖിയാമത്ത് നാളിൽ റൗള കഴിഞ്ഞാൽ ആദ്യം പൊട്ടിപ്പളരുന്ന ഖബറുകൾ ബഖീഇലെ ഖബറുകളാണ്. അവിടെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഉണ്ട്, അവിടെ ഫാത്തിമയുണ്ട്, അവിടെ ആയിഷയുണ്ട്, അവിടെ ഇമാം ഹസനുണ്ട്, പിൽക്കാലക്കാരായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലുള്ള മഹാപണ്ഡിതരുണ്ട്, നബിയുടെ മകനായ ഇബ്രാഹിം കുഞ്ഞുമോൻ പരിശുദ്ധ റസൂലിന്റെ പുന്നാര മകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ കിടക്കുന്നുണ്ട്. ബാബുസലാം എന്ന് നേരെ മസ്ജിദ് അങ്ങോട്ട് ക്രോസ് ചെയ്താൽ ബാബുൽ ബഖീഇലാണ്. മദീനയിൽ പോകുമ്പോൾ എൻ്റെ സഹോദരന്മാർ ഇതൊക്കെ പഠിച്ചിട്ട് പോകണം, മനസ്സിലാക്കിയിട്ട് പോകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല മദീനയിലേക്കുള്ള പാതക്ക് ചെയ്ത ഒരു ബർക്കത്ത്, മദീനയിൽ പോകുന്ന കുറെ ആളുകൾക്ക് മദീനയിലെ തൂണ് പോലും പരിചയമായിപ്പോയി. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന് സ്തുതി. അറിയണല്ലോ, കാരണം ഒരു തൂണിനെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആ തൂണിന്റെ അടുക്കൽ നിസ്കരിക്കുന്നതിന്റെ ഫളല് എൻ്റെ സമുദായം അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ നറുക്കിട്ടെടുത്തിട്ടെങ്കിലും അവിടെ നിസ്കരിക്കുമായിരുന്നു. ആ തൂൺ അറിയണ്ടേ? ഇത്ര കാശും പണം മുടക്കി അവിടെ പോകുമ്പോൾ. അതൊക്കെ മദീനയിലേക്കുള്ള പാത വഴി മലയാളികൾക്കിടയിൽ പ്രചാരം നേടാൻ തൗഫീഖ് ചെയ്ത അല്ലാഹുവേ എത്ര സ്തുതിക്കണം. അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ തയ്യിബൻ മുബാറക. വേറെ ഒരു തൂണ് തൗബയുടെ തൂണാണ്, ഉസ്തുവാനത്തു തൗബ. തൗബ എന്ന് പേര് കിട്ടാൻ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സഹാബിയെ യഹൂദികളുടെ അടുക്കലേക്ക് ഒരു വിഷയം പറയാൻ വേണ്ടി പറഞ്ഞയച്ച് ആ സഹാബി അവിടെ പോയപ്പോൾ ഒരു ആംഗ്യം കാണിച്ചു. ഇത് നിങ്ങൾ നടപ്പിലാക്കിയില്ലെങ്കിൽ ഞങ്ങൾക്ക് എന്താ സംഭവിക്കാന്ന് ചോദിച്ചു. അപ്പോൾ നിങ്ങളെ കഥ കഴിക്കുന്നുള്ള മട്ടിൽ എന്തോ ഒരു ആംഗ്യം കാണിച്ചു ഈ സഹാബി. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിൻ്റെ അടുത്തുനിന്ന് ഒരു രഹസ്യം എത്തിച്ച പോലെ കരുതപ്പെട്ട് വലിയൊരു തെറ്റ് ചെയ്ത ആളായിട്ട് ഈ സഹാബി മാറി. ആ സഹാബി നേരെ വന്നിട്ട് സ്വന്തം ഭാര്യയെ വിളിച്ചിട്ട് തൂണുമ്മ കെട്ടിടാൻ പറഞ്ഞു. എന്നെ ഈ തൂണുമ്മ കെട്ടണം, ഇനി എനിക്ക് പൊറുക്കലിനെ കിട്ടിയല്ല, അതെന്നെ ഇവിടെ നിന്ന് അഴിക്കരുതെന്ന് പറഞ്ഞു. മദീനയിലെ തൂണിൽ കെട്ടി. റസൂലുള്ള വിവരറിഞ്ഞപ്പോൾ പറഞ്ഞു, കെട്ടുന്നതിന് മുമ്പ് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ തടയായിരുന്നു എന്ന് പറഞ്ഞു. അവിടെ ഒന്നും ഭക്ഷണമില്ല, ഒന്നുമില്ല. തൂണുമ്മ ബന്ധിച്ചിട്ട് അവിടെ കിടന്നു. ദിവസങ്ങൾ, രാത്രികൾ. നിസ്കരിക്കാൻ വേണ്ടി മാത്രം അഴിക്കും, നിസ്കരിക്കും, വീണ്ടും തൂണുമ്മ കെട്ടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സഹാബിയെ കണ്ട് വിഷമിച്ച് മടങ്ങും. ഒരു ദിവസം പുലരാ നേരത്ത് പുണ്യ റസൂലിന്റെ ഒരു പത്നി വീട്ടിന്റെ മുറിയുടെ പുറത്തിറങ്ങിയിട്ട് വിളിച്ചു പറഞ്ഞു, അങ്ങയുടെ തൗബ സ്വീകരിക്കപ്പെട്ടിരിക്കുന്നു. പരിശുദ്ധ റസൂലിന്റെ നെറ്റിത്തടത്തിൽ വഹയിന്റെ മുത്തുമണി തിളങ്ങുകയും ആ സഹാബിക്ക് തൗബ സ്വീകരിക്കപ്പെട്ടതിന്റെ സന്തോഷ വൃത്താന്തവുമായിട്ട് ജിബ്രീൽ പറന്നു വരികയും ചെയ്ത എത്ര സംഭവങ്ങളാണ്. ജബ് മദീനെ മേ പഹുഞ്ചു ഫസാ ഗോഞ്ചുഠി ലോഗോ ഷേദായേ ഖൈറുൽ അനാമാ ഗയാ. മദീനയിലേക്ക് നബിയെ സ്നേഹിക്കുന്നവർ വരുമ്പോ അവിടെ മുഴുവൻ മുഴങ്ങുന്ന ഒരു ശബ്ദമുണ്ട്, ഷേദായേ ഖൈറുൽ അനാമാ ഗയാ. അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്നവരിതാ വന്നണഞ്ഞിരിക്കുന്നു. ആങ്ക് കോലി തോ ബാബുസലാമാ ഗയാ. സ്വപ്നം കഴിഞ്ഞ് കണ്ണു തുറന്നു നോക്കുമ്പോ നബിയെ അങ്ങയുടെ ബാബുസലാമിന്റെ മുമ്പിൽ വന്നണഞ്ഞു നിൽക്കുകയാണ്. അല്ലാഹുവേ ഞങ്ങളെ എത്തിക്കണമേ. ഞാൻ ഓർക്കണം, നല്ലോണം നിസ്കരിക്കണം തോന്നി. റൗളത്തുർ മിൻ റിയാദിൽ ജന്നയിൽ എല്ലാവർക്കും അവിടെ നിസ്കരിക്കണം. കുറഞ്ഞ സ്ഥലമുണ്ട്, കോടാനുകോടി ജനമുണ്ട്. കുറഞ്ഞ സ്ഥലമുണ്ട്, കോടാനുകോടി ജനമുണ്ട്. മനുഷ്യന്മാർക്ക് നിസ്കരിക്കാൻ ഏറ്റവും കുറഞ്ഞ സ്ഥലം മതി എന്ന് ബോധ്യപ്പെടുന്ന സ്ഥലമാണ് റൗളത്തുർ മിൻ റിയാദിൽ ജന്ന. ഇത്ര സ്ഥലം ഉണ്ടെങ്കിൽ ഒരാൾ നിസ്കരിക്കും. അവിടെ തന്നെ റുക്കൂഅ്, അവിടെ തന്നെ സുജൂദ്. ഒന്നിങ്ങനെ ചുരുണ്ടാല് സുജൂദായി. അത്രേ കിട്ടൂ. സഫിന് ഏറ്റവും വീതി കുറഞ്ഞ സ്ഥലം റൗളത്തുർ മിൻ റിയാദിൽ ജന്ന.
മാ ബൈന ഖബരി വ മിംബരി, എൻ്റെ ഖബറിനും എൻ്റെ മിംബറിനും ഇടയിലുള്ള സ്ഥലം. മറ്റൊരു ഹദീസിൽ മാ ബൈന ബൈതി വ മിംബരി, എൻ്റെ വീടിനും എൻ്റെ മിംബറിനും ഇടയിലുള്ള സ്ഥലം റൗളത്തും മിൻ റിയാദിൽ ജന്ന, അത് സ്വർഗത്തിന്റെ പൂന്തോപ്പുകളിൽപ്പെട്ടൊരു പൂന്തോപ്പാണ്, സ്വർഗത്തിന്റെ ഉദ്യാനങ്ങളിൽപ്പെട്ട ഉദ്യാനമാണ്. ആരെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ആ സ്ഥലം മാത്രം എന്താണ് റൗളത്തും മിൻ റിയാദിൽ ജന്ന ആയത്? മക്കയില്ലേ, കഅബയില്ലേ, മഖാമി ഇബ്രാഹിമില്ലേ, സംസം കിണറില്ലേ, എത്രയെത്ര സ്ഥലങ്ങൾ, സഫാ മർവ, മിന പോലെ, അറഫ പോലെ, മുസ്ദലിഫ പോലെ. ഒറ്റ കാര്യമുള്ളൂ, പുണ്യ റസൂലിന്റെ പാദങ്ങൾ ഏറ്റവും കൂടുതൽ പതിഞ്ഞ സ്ഥലമാണ്. വീട്ടിൽ നിന്ന് മിമ്പറിലേക്ക്, മിമ്പറിന്ന് വീട്ടിലേക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങോട്ടും നടന്നിട്ടുണ്ട്, ഇങ്ങോട്ടും നടന്നിട്ടുണ്ട്. പുണ്യ റസൂലിന്റെ പാദങ്ങൾ ഏറ്റവും കൂടുതൽ പതിഞ്ഞ മണ്ണാണ് റൗളത്തും മിൻ റിയാദിൽ ജന്ന. ചില സമയത്ത് സ്ത്രീകൾക്ക് പുണ്യ റസൂലിന്റെ റൗള സിയാറത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ക്ലോസ് ചെയ്യും. ക്ലോസ് ചെയ്യുമ്പോൾ അവിടെ ഒരു കർട്ടൻ വെക്കും. അല്ലാഹ്, പിന്നെ ആ കർട്ടൻ പൊക്കുന്നൊരു നേരമുണ്ട്. അല്ലാഹ്, ആ സമയത്ത് ആളുകളുടെ ഒരു ഓട്ടം കാണാൻ. എത്ര വാർദ്ധക്യത്തിലെത്തിയ ആളും റൗളത്തും മിൻ റിയാദിൽ ജന്നയിൽ സ്ഥലം പിടിക്കാൻ വേണ്ടി ഓടുന്ന ഓട്ടവും അതിൻ്റെ പടപടാ ശബ്ദവും എന്ന് വെച്ചിട്ട് ആർക്കും എന്തെങ്കിലും അപകടമോ എന്തെങ്കിലും ഒരു ചെറിയ മുറിവോ ഇന്നോളം ഉണ്ടായിട്ടില്ല. പക്ഷെ റൗളത്തും മിൻ റിയാദിൽ ജന്നയിൽ എത്താനുള്ള പെടാപ്പാട്, പരിശുദ്ധ റസൂലിന്റെ പാദങ്ങൾ ഏറ്റുവാങ്ങിയ പുണ്യസ്ഥലത്തിലെത്താനുള്ള പാട്. കുറച്ച് നിസ്കരിക്കണം എന്ന് വിചാരിച്ചിങ്ങനെ നോക്കുമ്പോ തൗബാന്റെ തൂണിന്റെ അടുക്കൽ നിസ്കരിക്കണം തോന്നിയ ഒരു ദിവസം. ഉസ്തുവാനത്തു തൗബ, തൗബയുടെ തൂണ്. ഒരു തൂണിന്റെ അടുത്ത് സ്ഥലം കിട്ടി നോക്കി നിസ്കരിച്ച് കുറെ കഴിഞ്ഞിട്ട് തൂണിന്റെ പേര് നോക്കുമ്പോൾ എല്ലാ തൂണിന്റെ പേരും അതിന്റെ മുകളിൽ സൂക്ഷിച്ചാൽ കാണാവുന്ന മാതിരി നല്ലോണം മുദ്രണം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉസ്തുവാന ആയിഷ, ഉസ്തുവാനത്തുൽ മുഹല്ലഖ, ഉസ്തുവാനത്തു തൗബ, ഉസ്തുവാനത്തു സരീർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കട്ടിലിട്ട സ്ഥലത്തുള്ള തൂണ് കട്ടിലിന്റെ തൂണ്, സരീർ, മുഹല്ലഖ സുഗന്ധം പുരട്ടിയ തൂണ്. ഒരു ദിവസം ആരുടെയോ മൂക്കള തൂണുമ്മ റസൂലുള്ള കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിഷമിച്ചു. മദീനയിലെ മസ്ജിദിന്റെ തൂണിന്മേൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വൃത്തിയാക്കിയിട്ട് അത്തറ് കൊണ്ടുവന്നിട്ട് തൂണുമ്മ അത്തറ് തേച്ചു. അതോടുകൂടി തൂണിന് പേര് കിട്ടി ഉസ്തുവാനത്തുൽ മുഹല്ലഖ, പരിമളം പൂശിയ തൂണ്. ഉസ്തുവാന ആയിഷ, ആയിഷ റളിയല്ലാഹു അൻഹയുടെ പേരിൽ റൗളത്തും മിൻ റിയാദിൽ ജന്നയിൽ ഒരു തൂണ്. നിസ്കരിച്ച് കഴിഞ്ഞിട്ട് പേര് നോക്കുമ്പോൾ ഉസ്തുവാനത്ത് തൗബ, തൗബയുടെ തൂണ്. തൗബയുടെ തൂണിന്റെ അടുക്ക് നിസ്കരിക്കണം എന്ന് വിചാരിച്ച് നോക്കുമ്പോൾ തൗബയുടെ തൂണ് കണ്ടാൽ എങ്ങനെ ഉണ്ടാവും? അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ആവർത്തിച്ച് അവിടെ എത്തിക്കുമാറാകട്ടെ. മദീനയിൽ നിങ്ങൾ പാഴാക്കാൻ പറ്റാത്തൊരു സംഗതി ഉണ്ട്. വൈകുന്നേരത്തെ പോക്കുവെയില് ഉഹുദിന്റെ ഭാഗത്ത് പോയി നിൽക്കുക. അല്ലാഹുവിൻ്റെ റസൂൽ നടന്നു പോയ മണ്ണിലൂടെ നടക്കുക. അല്ലാഹുവിൻ്റെ റസൂൽ, ആ വായുവിൽ റസൂലുള്ള ഉണ്ടായിട്ടുണ്ട്. ആ വായുവിൽ റസൂലുള്ള ഉണ്ടായിട്ടുണ്ട്. റസൂലുള്ള തൊട്ടതിന് തൊട, റസൂലുള്ള സ്നേഹിച്ചതിനെ സ്നേഹിക്കുക. റസൂലുള്ള ഏതൊക്കെ കാര്യങ്ങളിൽ താല്പര്യമെടുത്തുവോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജറുൽ അസ്വദിനെ ചുംബിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ ഇമാം ദഹബി പറയാണ്, ഹജറുൻ മുകറമുൻ, ബഹുമാനപ്പെട്ടൊരു കല്ലാണ്. ബി മൻസിലത്തി യമീനില്ലാഹി ഫിൽ അർദ്, അല്ലാഹുവിൻ്റെ ഒരു ബന്ധപ്പെട്ട കല്ലാണത്. മസ്സത്ഹു ശഫത നബിയിനാ സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ നബിയുടെ രണ്ട് ചുണ്ടുകൾ സ്പർശിച്ച കല്ലാണ്. ആലോചിച്ചു. ഇമാം ഇസ്സുദ്ദീൻ ഇബ്നു അബ്ദുസ്സലാം മഹാപണ്ഡിതനാണ്. വഇദാ അറാദൽ ഇൻസാനു, മനുഷ്യൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ, അൻ യുഖബ്ബലൽ മൗളിഅ അല്ലദീ ഖബ്ബലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു, റസൂലുള്ള ചുംബിച്ച ഒരു സ്ഥലം ചുംബിക്കണമെന്ന് മനുഷ്യൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ, ബിയഖീനിൻ, ഉറപ്പായിട്ട് റസൂൽ ചുംബിച്ച ഒരു സ്ഥലം, ഫൽയസ്തൗഇബിൽ ഹജർ, അവൻ ഹജറുൽ അസ്വദിനെ ചുംബിച്ചു കൊള്ളട്ടെ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുണ്ടുകൾ വെച്ചിട്ടുള്ള സ്ഥലമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യ് മഞ്ഞ് പോലെ തണുപ്പായിരുന്നു. അഖദ്തു ബിയദിഹി, ഞാൻ റസൂലുള്ളാഹിന്റെ കൈ പിടിച്ചു.
അബൂ ജഹീഫ റളിയല്ലാഹു അൻഹു പറയാണ്, ഫവളഅതുഹാ അലാ വജ്ഹി, റസൂലിന്റെ കൈയെടുത്തിട്ട് ഞാൻ എൻ്റെ മുഖത്ത് വെച്ചു. ഫഇദാ ഹിയ അബ്റദു മിനൽ തൽജ്, അതിന് മഞ്ഞിനേക്കാൾ തണുപ്പുണ്ടായിരുന്നു. വഅത്യബു റായിഹതു മിനൽ മിസ്ക്, അതിന് കസ്തൂരിയേക്കാൾ സുഗന്ധമുണ്ടായിരുന്നു, പരിമളമുണ്ടായിരുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ്. ഈ ലോകത്ത് ഏറ്റവും പുണ്യമാക്കപ്പെട്ട വെള്ളം ഏതാ? ഈ ലോകത്ത് ഏറ്റവും പുണ്യമാക്കപ്പെട്ട വെള്ളങ്ങളിൽ വെച്ച് ഏറ്റവും പുണ്യമാക്കപ്പെട്ട വെള്ളം ഏതാ? എല്ലാവരും പറയാ സംസമായിരിക്കുന്നതാണ്. പക്ഷെ സംസമല്ല. കാരണം അഫ്ളലുൽ മിയാഹി മാ ഖദ് നബഅ ബൈന അസാബിഇൻ നബിയിൽ മുത്തബഅ ഫമാഉ സംസം ഫമാഉൽ കൗസരി ഫനീലു മിസ്റ സുമ്മ ബാഖിൽ അൻഹരി. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, രൂക്ഷമായ ജലക്ഷാമമുള്ള സമയത്ത് ഞങ്ങൾ വെള്ളത്തിന് വേണ്ടി ബുദ്ധിമുട്ടിയപ്പോൾ, വുളു എടുക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടപ്പോൾ ഞങ്ങൾ പരിശുദ്ധ റസൂലിൻ്റെ അടുക്കൽ പോയിട്ട് വെള്ളത്തിന് എന്ത് ചെയ്യണമെന്ന് അന്വേഷിച്ചപ്പോൾ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ച് മാത്രം വെള്ളമുള്ള ഒരു പാത്രം കൊണ്ടുവരാൻ പറഞ്ഞു. കുറച്ച് വെള്ളമുള്ള ഒരു പാത്രം. ആ പാത്രത്തിൽ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ പുണ്യമാക്കപ്പെട്ട പവിത്രമാക്കപ്പെട്ട കരം ആ വെള്ളത്തിൽ തൊട്ടു. എന്നിട്ട് പുണ്യ റസൂൽ പറഞ്ഞു, ഹയ്യുൻ അലത് തഹൂറിൽ മുബാറക് വൽ ബർക്കത്തു മിനല്ലാഹ്. ആ വെള്ളത്തിൽ നിന്ന് കൈയെടുത്ത് ഉയർത്തിയ പാടെ പരിശുദ്ധ റസൂലിന്റെ വിരലുകൾക്കിടയിൽ നിന്ന് വെള്ളമൊഴുകാൻ തുടങ്ങി. അടങ്ങാത്ത ജലപ്രവാഹം പരിശുദ്ധ റസൂൽ. അതാണ് ഈ ലോകത്തെ ഏറ്റവും അഫ്ളലായ വെള്ളം എന്ന കാര്യത്തിൽ ഉലമാഇന് അഭിപ്രായ വ്യത്യാസമില്ല. കാരണം ഇത് റസൂലുള്ളാഹിന്റെ കൈകളിൽ നിന്ന് ഒഴുകിയിട്ടുള്ള വെള്ളമാണ്. അത് കഴിഞ്ഞാൽ മാഉ സംസം. ആ മാഉ സംസമാണ് ഏറ്റവും അഫ്ളല്. അത് ഹൗദുൽ കൗസറിലെ വെള്ളത്തെ പോലെയോ വെള്ളത്തെക്കാളോ അഫ്ളലാണെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു. വെള്ളത്തേക്കാൾ അഫ്ളലാണെന്ന് പറയാൻ പണ്ഡിതന്മാരെ പ്രേരിപ്പിച്ച കാരണം എന്താണെന്നറിയോ? ഹൗദുൽ കൗസറിനേക്കാൾ അഫ്ളലാണ് സംസം എന്ന് പറയാൻ പണ്ഡിതന്മാരെ പ്രേരിപ്പിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെഞ്ച് പിളർത്തിയിട്ട് മലക്കുകൾ കഴുകിയപ്പോൾ ഹൗദുൽ കൗസറിലെ വെള്ളം സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്നില്ലല്ലോ, സംസമിലെ വെള്ളം കൊണ്ടാണല്ലോ കഴുകിയത് എന്നതാണ് അതിനുള്ള തെളിവ്. അപ്പോഴും അവർ മഹത്വത്തിന്റെ മാനദണ്ഡമായിട്ടെടുത്തത് പരിശുദ്ധ റസൂലാണ്. ഹൗദുൽ കൗസറിലെ വെള്ളം കൊണ്ടുവന്നിരുന്നെങ്കിൽ ആ ഹൗദുൽ കൗസറിലെ വെള്ളം ഏറ്റവും അഫ്ളലാകുമായിരുന്നു. പക്ഷെ അതിന് പകരം സംസമിന്റെ വെള്ളമാണ് എടുത്തത്. പുണ്യ റസൂലിന്റെ നെഞ്ചകം കീറി വൃത്തിയാക്കുക എന്ന് പറഞ്ഞാൽ അഴുക്കുണ്ടായിട്ട് വൃത്തിയാക്കിയെന്നല്ല, പൈശാചികമായിട്ട് ഏതൊരു മനുഷ്യന്റെ അകത്തും മനുഷ്യ സൃഷ്ടിപ്പിന്റെ ഭാഗമായിട്ടുള്ള പ്രേരണക്ക് കാരണമായിട്ടുള്ള മാംസപിണ്ഡം അതെടുത്ത് നീക്കുമ്പോ കഴുകാൻ വേണ്ടി ഉപയോഗിച്ചത് സംസമാണ്. നബിയുടെ കൈകളിൽ നിന്ന് ഒഴുകിയ വെള്ളമാണ് ഏറ്റവും അഫ്ളലായ വെള്ളം. അതങ്ങനെ വരാൻ നിവൃത്തിയുള്ളൂ. കാരണം അത് ഏത് വെള്ളമെന്ന് ആര് കണ്ടു? അത് എവിടുന്ന് വന്നു എന്നാര് കണ്ടു? അത് മുഅ്ജിസത്തിന്റെ വെള്ളമാണ്. ആ വെള്ളത്തെ പറ്റി റസൂലുള്ള പറഞ്ഞ വാക്കെന്താണ്? ഹയ്യുൻ അലത് തഹൂറിൽ മുബാറക്. നിങ്ങൾക്ക് വളുഎടുക്കാനുള്ള മുബാറക്കായ തഹൂറായ വെള്ളത്തിന് അഭിവാദ്യം. വൽ ബർക്കത്തു മിനല്ലാഹ്. ഈ ബർക്കത്ത് അല്ലാഹുവിങ്കൽ നിന്നാണ് എന്നാണ് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ അതിനെപ്പറ്റി മുഴിഞ്ഞിട്ടുള്ള വാക്ക്. അങ്ങനെയുള്ള ബർക്കത്ത്, ആ ബർക്കത്ത് തന്നെയാണ് റസൂലുള്ളാഹിന്റെ ജീവിതം മുഴുവനും. അള്ളാഹു നമുക്ക് ആ ബർക്കത്ത് നൽകുമാറാകട്ടെ. ബിലാൽ റളിയല്ലാഹു അൻഹു വളരെ വിഷമിച്ച് പ്രയാസപ്പെട്ട് ദാരിദ്ര്യത്തിൽ കഴിഞ്ഞിരുന്ന കാലത്ത് കുറച്ച് ഈത്തപ്പഴം ഉണ്ടായിരുന്നു കയ്യിൽ. ആ ഈത്തപ്പഴം കഴിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് വിഷമിച്ചിരിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തബൂക്കിൽ യുദ്ധത്തിന്റെ സമയത്ത് എല്ലാവരും വിശന്ന സമയത്ത് ആ ഈത്തപ്പഴം കൊണ്ടുവരാൻ പറഞ്ഞു. ഈത്തപ്പഴത്തിന്റെ മൂടി വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് തുറന്നിട്ട് അതിൽ തൊട്ടു. ഓരോരുത്തരും പിന്നെ ഈത്തപ്പഴം കഴിക്കാൻ തുടങ്ങി. ബിലാൽ റളിയല്ലാഹു അൻഹു പറയാണ്, 54 കഴിച്ചു ഒരാൾ 50 കഴിച്ചു, പിറ്റേന്നും കഴിച്ചു. പാത്രത്തിന് ഈത്തപ്പഴം ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ ഞാൻ ലജ്ജിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ പിന്നെയും അതിൽ തൊട്ടിട്ട് ഈത്തപ്പഴങ്ങൾക്ക് കഴിക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷെ എനിക്ക് ലജ്ജ തോന്നി അള്ളാഹുവിൻ്റെ മുമ്പിൽ. ഓരോ വട്ടവും അള്ളാഹു ഒരു മുഅ്ജിസത്തായിട്ട് ഈത്തപ്പഴം ഇറക്കുകയാണ്.
മദീനയിലേക്ക് തിരിച്ചു വരുമ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു പറയാണ്, റസൂലുള്ളാഹ് തൻ്റെ മുമ്പിലെത്തിയ കൊച്ചു കുട്ടികളെ കണ്ടപ്പോൾ ആദ്യം അതിലുണ്ടായിരുന്ന ഈത്തപ്പഴം, കുറച്ച് ഈത്തപ്പഴം ഉണ്ടായിരുന്നത് ആ കുട്ടികൾക്ക് കൊടുത്തു എന്ന് സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു തആല അൻഹു സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ്. പാവപ്പെട്ടവർക്ക് ദാനം ചെയ്യുക, മനുഷ്യത്വത്തോടുകൂടി ആളുകളോട് കരുണ കാണിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ നിന്ന് സഹാബത്ത് പഠിച്ച പാഠങ്ങളാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന് മത്സ്യം കഴിക്കാൻ വലിയ മോഹം തോന്നി. എവിടെയോ പോയിട്ട് വീട്ടുകാരൊരു മത്സ്യം സംഘടിപ്പിച്ചു കൊണ്ടുവന്നു. മത്സ്യം ഇങ്ങനെ കഴിക്കാൻ പോണ നേരത്ത് ഒരു പാവപ്പെട്ടവൻ വന്നു. എനിക്കെന്തെങ്കിലും തരുമോ എന്ന് ചോദിച്ചു. ആ മീനെടുത്തിട്ട് ആ മനുഷ്യന് കൊടുത്തു. അപ്പോൾ വീട്ടുകാർ പറഞ്ഞു, ഇത് ഞങ്ങൾ വളരെ പാടുപെട്ട് സംഘടിപ്പിച്ചതാണ്, അദ്ദേഹത്തിന് ഞങ്ങൾ വേറെന്തെങ്കിലും കൊടുത്തോളാം, ഭക്ഷണം കൊടുത്തോളാം. അത് പറ്റില്ല എന്ന് പറഞ്ഞു. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആ വന്ന ആൾക്ക് അതന്നെ കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ വീട്ടുകാർ പിന്നെ നിർബന്ധിച്ചു, നിങ്ങൾ അത് കഴിച്ചോളൂ, ഞങ്ങൾ അദ്ദേഹത്തിന് വേറെ ഭക്ഷണം കൊടുക്കാം. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബ്ദുള്ളക്ക് ഈ മീൻ വളരെ ഇഷ്ടമാണ്. അബ്ദുള്ള എന്ന് പറഞ്ഞാൽ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തന്നെ പറ്റി പറയാണ്, അബ്ദുള്ളക്ക് ഈ മീൻ നല്ല ഇഷ്ടമാണ്, അതുകൊണ്ട് അത് അദ്ദേഹത്തിന് കൊടുത്തേ പറ്റൂ. അവനവന് ഏറ്റവും ഇഷ്ടമായതെന്തോ അതാണ് ദാനം ചെയ്യേണ്ടത് എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ പഠിപ്പിച്ചു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ കുറച്ച് ഒട്ടകങ്ങളെ വാങ്ങിയിരുന്നു. അത് കൊണ്ടുപോയിട്ട് സർക്കാരിന്റെ മേച്ചിൽ സ്ഥലമുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഈ ഒട്ടകത്തെ മേക്കാൻ വേണ്ടി എല്ലാവരും ചെയ്യുന്ന മാതിരി സർക്കാരിന്റെ ബൈത്തുൽ മാലിലെ മേച്ചിൽ പുറത്ത് കൊണ്ട് മേച്ചു. കുറച്ച് വളർന്ന ശേഷം അതിനെ വിൽക്കാൻ വേണ്ടി കൊണ്ടുപോയി. ആകെയുള്ളൊരു സമ്പാദ്യമാണ്. വിൽക്കാൻ വേണ്ടി ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഖലീഫ അമീറുൽ മുഅ്മിനീന്റെ മകൻ വിൽപ്പനക്ക് കൊണ്ടുപോയി. വിൽപ്പന കൊണ്ടുപോയി ചന്തയിൽ നിർത്തിയെടുത്ത് അവിചാരിതമായിട്ട് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വന്ന് നോക്കുമ്പോൾ നല്ല തടിച്ച കൊഴുത്ത ഒട്ടകങ്ങളെ കണ്ടു. ചോദിച്ചു, ആരുടേതായി ഒട്ടകം, എത്ര നല്ല തടി മിടുക്കുള്ള ഒട്ടകം ഏതാന്ന് ചോദിച്ചു. അത് അബ്ദുള്ളയുടെ ഒട്ടകാണെന്ന്, അമീറുൽ മുഅ്മിനീന്റെ മകന്റെ ഒട്ടകം. അപ്പോൾ ബാപ്പ മകനെ വിളിപ്പിച്ചു. ഓ അബ്ദുള്ള, ഇവിടെ വാന്ന് പറഞ്ഞു. നല്ല ഒട്ടകം, നല്ല തടിമിടുക്കുള്ള ഒട്ടകം. ആ ബാപ്പ, ഞാനിങ്ങനെ ഈ ഒട്ടകം വാങ്ങിയ ശേഷം ബൈത്തുൽ മാലിലെ മേച്ചിൽ സ്ഥലത്ത് കൊണ്ട് മേച്ചിരുന്നു. എല്ലാവരും അവിടെ മേക്കുണ്ട്, എല്ലാവർക്കും മേക്കാൻ അനുവാദമാണ്, ഒരു പ്രത്യേക ആനുകൂല്യമൊന്നും അല്ലത്. ഓ അത് ശരി. അപ്പൊ അമീറുൽ മുഅ്മിനീന്റെ മോനാന്ന് കണക്കാക്കിയിട്ട് നല്ലോണം തീറ്റിച്ചിട്ടുണ്ടാവും. ഉദ്യോഗസ്ഥന്മാര് നിന്റെ ഒട്ടകത്തെ പ്രത്യേകം പരിഗണിച്ചിട്ടുണ്ടാവും. രാജ്യം ഭരിക്കുന്ന അമീറുൽ മുഅ്മിനീന്റെ മകന്റെ ഒട്ടകം എന്ന നിലക്ക് പ്രത്യേക പുല്ല്, പ്രത്യേക തീറ്റ ഒക്കെ കിട്ടിയിട്ടുണ്ടാവും അല്ലേ എന്ന് ചോദിച്ചു. കുപിതനായിട്ട് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, കുഴപ്പമില്ല, ഈ ഒട്ടകത്തെ വാങ്ങുമ്പോൾ നീ എത്ര വിലയാണോ കൊടുത്തത് അത് മാത്രം എടുത്തിട്ട് വിറ്റ് കിട്ടുന്നതിൽ ബാക്കി സംഖ്യ ബൈത്തുൽ മാലിലേക്ക് തിരിച്ചടച്ചേക്ക് എന്ന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. അതായത് ഈ ഒട്ടകം തടിച്ച് കൊഴുത്തിട്ട് വിൽക്കുമ്പോൾ കിട്ടുന്ന പൈസയിൽ നിന്ന് ആ വാങ്ങുമ്പോൾ കൊടുത്ത പൈസ മാത്രമേ നിനക്ക് അവകാശമുള്ളൂ, അതെടുക്കുക, ബാക്കി നീ ബൈത്തുൽ മാലിൽ തിരിച്ചടക്കണമെന്ന് പരിശുദ്ധ റസൂലിന്റെ ഖലീഫയായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ്. ഇതേ അബ്ദുല്ലാഹി ഇബ്നു ഉമർ ഒരു ദിവസം ഭക്ഷണം കഴിക്കാനിരുന്ന സമയത്ത് മുന്തിരി കഴിക്കാൻ ആഗ്രഹം തോന്നിയിട്ട് ആരോ കുറച്ച് മുന്തിരി സംഘടിപ്പിച്ചൊരു മുന്തിരി കൂട കൊണ്ടുവന്നിട്ട് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ വെച്ചു കൊടുത്തു. അപ്പോൾ ഒരു ദരിദ്രൻ വന്നു. ആ ദരിദ്രൻ വന്നപ്പോൾ ഈ മുന്തിരി കൂട മുഴുവനും ദാനമായി കൊടുത്തു. ഈ മുന്തിരി അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കഴിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് പിൻവാതിലൂടെ പോയിട്ട് വീട്ടുകാർ ആ യാചകന്റെ കയ്യിൽ നിന്ന് പൈസ കൊടുത്തിട്ട് മുന്തിരി വാങ്ങി, എന്നിട്ട് തിരിച്ചിവിടെ കൊണ്ടുവന്ന് വെച്ചു കൊടുത്തു. അപ്പോൾ ആ യാചകൻ വീണ്ടും വന്നു. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പിന്നെയും കൊടുത്തു. വീട്ടുകാർ വേറൊരാൾ പോയിട്ട് വീണ്ടും പൈസ കൊടുത്തത് വാങ്ങി. ആ മുന്തിരി അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കഴിക്കണം എന്നുള്ള ആഗ്രഹത്താൽ മൂന്നാമതും കൊണ്ടുവന്ന് വെച്ചു കൊടുത്തു. മൂന്നാമതും അത് ഇതേ യാചകൻ വീണ്ടും വന്നു. വീണ്ടും അദ്ദേഹത്തിന് ദാനം ചെയ്തു. ഇദ്ദേഹം ഇങ്ങനെ കൊണ്ടുപോയിട്ട് വിറ്റിട്ട് വരികയാണെന്നുള്ള വിവരം അറിഞ്ഞിട്ടും ഈ യാചകൻ പുറത്തുനിന്ന് കാശ് കൊടുത്ത് വാങ്ങിയിട്ടാണ് രണ്ടാമത് ചോദിക്കാൻ വരുന്നത് എന്നറിഞ്ഞിട്ടും അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ തടഞ്ഞില്ലെന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് ആ മുന്തിരി ദാനം ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചു.
ഈ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരു അത്ഭുതമുള്ള ചെറുപ്പക്കാരനായിരുന്നു. റസൂലിന്റെ ഇത്തിബായിൽ, പുണ്യ റസൂലിനെ സ്നേഹിക്കുന്നതിൽ, പിൻപറ്റുന്നതിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹജ്ജിന് പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചു കൊടുത്ത് നിസ്കരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടകത്തെ മുട്ടുകുത്തിച്ചെടുത്ത് മുട്ടുകുത്തും. ചില മരത്തിന്റെ ചോട്ട് പോയിട്ട് ഇരിക്കും. അവിടെ റസൂലുള്ള ഇരുന്നിട്ടുണ്ടെന്ന് പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയടുത്ത് കൂടി പോകും. ചില വഴിയിലൂടെ പോകുമ്പോ വഴി മാറിയിട്ട് പോകും. ആളുകൾ ചോദിക്കും, ശരിക്കുള്ള വഴി എങ്ങനെയാണല്ലോ? അള്ളാഹുവിന്റെ റസൂല് ചിലപ്പോൾ ഇങ്ങനെ പോയിട്ടുണ്ടെന്ന് പറയും. ഹജ്ജിന് പോയ സമയത്ത് ഒരു സ്ഥലത്ത്, ആവശ്യമില്ലാത്തൊരു സ്ഥലത്ത് ഒട്ടകത്തെ മുട്ടുകുത്തിച്ചു. കൂടെ ഹജ്ജിന് വന്നവർ ചോദിച്ചു, ഇതെന്തേ? അള്ളാഹുവിന്റെ റസൂല് ഇവിടെ പ്രാഥമിക ആവശ്യം മൂത്രിക്കാനോ മറ്റോ നിർത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അവിടെ നിർത്തി മൂത്രിക്കാൻ പോകുന്നതാണ് കൂടെ ഹജ്ജിന് പോയവർ കണ്ടത്. ഈ ദീൻ പരിശുദ്ധ റസൂലിന്റെ ഇത്തിബായിൽ മാത്രം അധിഷ്ഠിതമാണ്. സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. മനുഷ്യന്മാർക്ക് ഒരുപാട് ഇമാമിയങ്ങൾ വർദ്ധിച്ചപ്പോൾ പലരുടെയും മാതൃക സ്വീകരിക്കേണ്ടി വന്നു. അവരുടെ ചര്യ, ഇവരുടെ ചര്യ, കുറേ മശായിഖന്മാർ, കുറേ ബാക്കിയുള്ളവർ, കുറേ മറ്റുള്ളവർ, ഒരുപാട് ചര്യകൾ ആളുകളുടെ മുമ്പിൽ വരുമ്പോൾ ആളുകൾ കൺഫ്യൂഷനിലായി പോകും. കൺഫ്യൂഷൻ ഒഴിവാക്കാനുള്ള ഒരേ ഒരു വഴി പരിശുദ്ധ റസൂലിനെ പിൻപറ്റുക എന്നത് മാത്രമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം യാതൊരു ആശയക്കുഴപ്പവുമില്ലാത്ത, യാതൊരു വളവുമില്ലാത്ത, യാതൊരു തിരിവുമില്ലാത്ത അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഏറ്റവും സമഗ്രവും സമ്പൂർണവുമായ മാർഗം. എപ്പോഴും അള്ളാഹുമായുള്ള ബന്ധം നിലനിർത്തണം. അത്രേ ഉള്ളൂ ദീന്. ബാക്കിയുള്ളതൊക്കെ അതിൻ്റെ പിന്നാലെ വരുന്ന കാര്യങ്ങളാണ്. ഒരു ബോധം റബ്ബുമായിട്ട് നിലനിർത്തുക എന്നുള്ളത് മാത്രമാണ് ഈ ദീൻ. ആ ദിവസേന 5 നേരം പോയിട്ടൊന്ന് ഹാജരാകണമെന്ന് റസൂലുള്ള പഠിപ്പിച്ചു. അതിനൊരു നിസ്കാരം വെച്ചു. മറന്നു പോകാതിരിക്കാൻ, ഇടയ്ക്കൊരു കണ്ണി ബന്ധം പുതുക്കാൻ, രാവിലെ ഉണരുമ്പോൾ ഒന്ന് പോയിട്ട് ഹാജരായിട്ട് ഞാൻ വിടുത്തനുണ്ടേ, അള്ളാഹുവെ എന്നെ പരിഗണിക്കണേ. ഉച്ചക്ക് വീണ്ടും, സന്ധ്യാകുന്നതിന് മുമ്പൊന്നും, സന്ധ്യാകുമ്പോന്നും, രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ വീണ്ടും, ഉണർന്നാൽ വീണ്ടും അവനെ മുഖം കാണിച്ചുകൊണ്ട് ജീവിക്കണം. അത് പിന്നെ പെരുപ്പിച്ച് സുന്നത്താക്കി നോമ്പാക്കിയൊക്കെ നടത്താം. അടിസ്ഥാനപരമായി അള്ളാഹുമായുള്ള ഒരു ബന്ധം നിലനിർത്തുക, അള്ളാഹുവിന് വേണ്ടി അർപ്പിക്കുക. ഈ ജീവിതം തന്നതവനാണ്. ഇത് നാളെ എടുക്കാൻ കഴിയുന്നവനും അവനാണ്. നാളെ അവസാനിക്കാൻ പോകുന്ന ഈ ജീവിതത്തിൽ ഒരു കഴിവുമില്ലാത്തവൻ എന്ന ബോധത്തോടുകൂടി ജീവിക്കണം. നമ്മൾ തീരുമാനിച്ചിട്ടല്ലല്ലോ നമ്മൾ ഈ ഭൂമിയിൽ വന്നത്. ഒരിക്കലും അല്ല. ഇത്രാമത്തെ കൊല്ലം ജനിക്കണം, ഇത്രാമത്തെ കൊല്ലം മരിക്കണം, ഇന്ന മാതാപിതാക്കളുടെ മകനാകണം, മകളാകണം, ഇന്ന ഭാഷ മാതൃഭാഷയാകണം, ഒന്നിലും നമുക്ക് ഒരധികാരം ഉണ്ടായിരുന്നില്ല. ആരെങ്കിലും ആലോചിക്കാറുണ്ടോ ഈ ജീവിത സത്യങ്ങളെക്കുറിച്ച്? ഞാൻ ഈ ഭൂമിയിൽ വന്ന കൊല്ലത്തിൽ തീരുമാനിക്കണേൽ എനിക്ക് ഞാൻ എന്നുണ്ടല്ലോ, ഞാൻ എന്ന ഒരു ബിന്ദു അള്ളാഹു എന്നോ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങളെന്ന ഓരോ ബിന്ദുക്കൾ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിലും അവൻ്റെ തഖ്ദീറിലും അത് നേരത്തെ ഉണ്ട്. കുറെ കൊല്ലങ്ങൾ കഴിഞ്ഞപ്പോ, കുറെ 1000 ആണ്ടുകൾ കഴിഞ്ഞപ്പോ അള്ളാഹു വിളിച്ചു പറഞ്ഞു, ഇനി ഒന്ന് പോയി വന്നേക്ക്, ഒന്ന് പോയി വന്നേക്ക്, ഭൂമി ഒന്ന് കണ്ടു വന്നേക്ക്, സൂര്യനെ, ചന്ദ്രനെ, പ്രപഞ്ചത്തെ ഒന്ന് കണ്ടുവന്നേക്ക്. അതിനിടയിൽ നിന്നെ അങ്ങോട്ട് പറഞ്ഞയച്ച എന്നെ മറക്കരുതേ എന്നും അള്ളാഹു പറഞ്ഞു. അവിടെ എത്തിയിട്ട് എന്നെ എപ്പോഴും ഓർക്കണം, എന്നോടുള്ള നന്ദി കാണിക്കണം, എൻ്റെ ഖുർആന്റെ അടിസ്ഥാനത്തിൽ നീ ജീവിക്കണം, എൻ്റെ റസൂലിനെ പിൻപറ്റണം സല്ലല്ലാഹു അലൈഹി വസല്ലമ. നിനക്ക് വേണ്ടി ഞാനൊരു മാതൃക നാട്ടിയിട്ടുണ്ട് നിന്റെ ജീവിതത്തിൽ. അത് മുഹമ്മദാണ്, മുസ്തഫ മുഹമ്മദാണ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. അവിടുത്തെ മാതൃകയെ പിൻപറ്റിയിട്ട് ജീവിക്കണം. മുടിവെട്ടുന്നത് മുതൽ, പല്ല് തേക്കുന്നത് മുതൽ, ചെരുപ്പിടുന്നത് മുതൽ, മുണ്ടുടുക്കുന്നത് മുതൽ, മലമൂത്ര വിസർജനാനന്തര മര്യാദകൾ മുതൽ, രാജ്യഭരണം വരെ, ലോകനീതി വരെ പഠിപ്പിക്കാൻ നിയോഗിക്കപ്പെട്ടത് ആ പരിശുദ്ധ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. അവിടുന്ന് എന്ത് പറഞ്ഞാലും അത് സത്യമാണ്. ആ സത്യത്തെ നീ അനുധാവനം ചെയ്യണം. അവിടുന്ന് പറഞ്ഞാൽ അത് പതിരില്ലാത്ത സത്യമാണ്, അത് പുലരാൻ പോകുന്ന സത്യമാണ്. സഹാബത്തിന്റെ ഇടയിലുണ്ടായിരുന്ന ഒരാളെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഹു മിൻ അഹ്ലിന്നാർ, അയാൾ നരകാവകാശിയാണെന്ന് റസൂലുള്ള പറഞ്ഞു.
അയാൾ യുദ്ധത്തിൽ പോയി പങ്കെടുത്തപ്പോൾ സഹാബത്തിന് ശങ്കയായി, ഇത്രയും വലിയൊരു മനുഷ്യനെ കുറിച്ചാണല്ലോ ഈ പറഞ്ഞിരിക്കുന്നത്. ചിലർക്ക് സംശയമായി. അവിടുന്ന് മുന്നോട്ട് പോയി യുദ്ധത്തിൽ അദ്ദേഹം നന്നായിട്ട് പോരാടി. അപ്പോഴും ഈ വാക്ക് സഹാബത്തിന്റെ മനസ്സിൽ കിടന്നിട്ട് ചാഞ്ചാടി. അയാൾ നരകാവകാശിയാണെന്ന വാക്ക് എങ്ങനെയാണ് ഈ മനുഷ്യനെ കണ്ടിട്ടത് വിശ്വസിക്കാൻ കഴിയുക? പോരാടി എന്ന് മാത്രമല്ല, വെട്ടുകൊണ്ടിട്ട് ഷഹീദാകാൻ പോവുകയാണ്. മരണത്തിന്റെ ഒടുക്കത്തെ നിമിഷത്തിലാണ് സഹാബത്ത് വന്നുകൊണ്ട് റസൂലുള്ളാഹിനോട് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലേ, അങ്ങ് നരകാവകാശിയാണെന്ന് വിധി എഴുതിയ, അങ്ങനെ പ്രഖ്യാപിച്ച ആ മനുഷ്യൻ ഷഹീദാകാൻ കിടക്കുകയാണ്. യുദ്ധത്തിൽ പോരാടിയിട്ട് മുറിവേറ്റ് മരണത്തിന് തൊട്ടു മുമ്പുള്ള ഒടുക്കത്തെ നിമിഷത്തിലാണ്. അപ്പോഴും പറഞ്ഞു, ജിബ്രീൽ വന്നണയുന്ന പുണ്യദൂതൻ, അവൻ ഉറപ്പായിട്ടും നരകാവകാശിയാണെന്ന് പരിശുദ്ധ റസൂൽ. മരണവേദന കൊണ്ട് കടന്ന് പൊളയുന്ന ഈ മനുഷ്യനതാ ഒരു കത്തി എടുത്തുകൊണ്ട് സ്വന്തം കഴുത്തിന് കുത്തിയിട്ട് ആത്മഹത്യ ചെയ്യുമ്പോ സഹാബത്ത് അത്ഭുതപ്പെട്ടുകൊണ്ട് പുണ്യനബിയുടെ അടുക്കലേക്ക് ഓടുകയാണ്. അള്ളാഹുവിന്റെ റസൂലേ, അയാൾ ആത്മഹത്യ ചെയ്തു. അങ്ങയുടെ വാക്ക് സദഖർ റസൂലുൽ കരീം മുസ്തഫ മുഹമ്മദ്. എന്തെങ്കിലും പറഞ്ഞാൽ അത് പൂർണ്ണമായും സത്യമാണ്. അതുകൊണ്ട് നബിയെ പിൻപറ്റണം, നബിയെ സ്നേഹിക്കണം, നബിയോട് ചേർന്ന് നിൽക്കണം. സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ ജഅൽനാ മിൻ ഹിസ്ബിൻ നബിയിൽ മുസ്തഫ. അല്ലാഹുവേ, ഞങ്ങളെ മുസ്തഫാന്റെ പാർട്ടിയാക്കണമേ. സല്ലല്ലാഹു അലൈഹി വസല്ലമ അഹ്യിനാ അലാ സുന്നത്തിൻ നബിയിൽ മുസ്തഫ. ഞങ്ങളെ നബിയുടെ സുന്നത്തിൽ ജീവിപ്പിക്കണമേ. സല്ലല്ലാഹു അലൈഹി വസല്ലം വ അമിത്നാ അലാ മില്ലത്തിൻ നബിയിൽ മുസ്തഫ. അവിടുത്തെ ചര്യയിൽ ഞങ്ങളെ മരിപ്പിക്കണമേ, അവിടുത്തെ മില്ലത്തിൽ മരണപ്പെടുത്തണമേ. വഹ്ശുർനാ ഫീ സുംറത്തിൻ നബിയിൽ മുസ്തഫ. മുസ്തഫാന്റെ സംഘത്തിൽ ഞങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കണമേ റബ്ബേ. നാളെ റൗളയിലെ ഖബർ പൊട്ടിവിടരുമ്പോ, അതിനുശേഷം ലോക ഖബറുകൾ പൊട്ടിവിടരുമ്പോ, പൊടിമണ്ണുമായിട്ട് ലോകത്തെ മനുഷ്യ സമുദായം കോടാനുകോടി എഴുന്നേറ്റ് നിൽക്കുമ്പോ, റസൂലിന്റെ പിന്നാലെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൗളിങ്കൽ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടേണമേ. മാതാപിതാക്കൾക്കൊപ്പം ഹൗദുൽ കൗസറിങ്കൽ നബിയോട് ചേർക്കണമേ. അതാണ് ദുആകളിൽ വെച്ച് ഏറ്റവും വലിയ ദുആ. ഉമ്മയും ബാപ്പയും മക്കളും ഹൗദുൽ കൗസറിങ്ക റസൂലുള്ളാഹിന്റെ കാൽക്കൽ സല്ലല്ലാഹു അലാ മുഹമ്മദ്. പിന്നെ പിശാചിന്റെ കുതന്ത്രങ്ങളിൽ നിന്ന് മോചനം നേടാൻ നോക്കുക. ഈ ലോകത്ത് പല സംഗതികളിലും പിശാച് നടത്തിക്കൊണ്ടിരിക്കുന്ന കുതന്ത്രങ്ങൾ, ദുർമന്ത്രണങ്ങൾ, അതിൻ്റെ ഇടയിൽ സ്വന്തം ഈമാന് സംരക്ഷിക്കുക എന്നത് ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ്. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു സദഖക്കുള്ള ഈത്തപ്പഴം കൊണ്ടുപോയിട്ട് സൂക്ഷിക്കാൻ റസൂലുള്ളാഹി ഏൽപ്പിച്ചു. സദഖക്കുള്ള ഈത്തപ്പഴം കൊണ്ടുപോയിട്ട് മുആദ് റളിയല്ലാഹു അൻഹു സ്റ്റോക്ക് ചെയ്ത് വെച്ചു. സ്റ്റോക്ക് ചെയ്ത് വെച്ചേ ഈത്തപ്പഴം കുറേശ്ശെ ഇങ്ങനെ കുറയണത് കണ്ടു. ഈത്തപ്പഴം എടുക്കാൻ പോണെന്ന് കാണില്ല. ഈത്തപ്പഴം ഓരോ ദിവസം നോക്കുമ്പോഴും കുറയണം. അപ്പം നോക്കുമ്പോൾ ശൈത്താൻ വന്ന് തിന്നുകയാണ് ഓരോ ദിവസവും രാത്രി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്ക പോയിട്ട് മുആദ് റളിയല്ലാഹു അൻഹു വിവരം പറഞ്ഞു, ഇതിങ്ങനെ കുറയുണ്ട് ഈത്തപ്പഴം, അത് ശൈത്താനാണ്, നീ കാവലൊന്നോ, ഇന്ന് രാത്രി വരും എന്ന് പറഞ്ഞു. മുആദ് റളിയല്ലാഹു അൻഹു കാവലുന്നപ്പോൾ ഒരാന തുമ്പിക്കൈയൊക്കെ എടുത്തിട്ട് നടന്നു വരുന്നുണ്ട്. അപ്പോൾ മുആദ് റളിയല്ലാഹു അൻഹു പിശാച് വരുന്നത് കണ്ടു, അതിന് നേരിടാൻ വേണ്ടി ഒരുങ്ങുന്നു. വാതിക്കെത്തിയപ്പോൾ രൂപം മാറി ഒരു ചെറിയ പ്രാണിയായി. വാതിലിൻ്റെ അകത്ത് കൂടി അകത്ത് കയറാൻ പ്രാണിയായി. ഈത്തപ്പഴം ഇങ്ങനെ വാരി തിന്നാൻ തുടങ്ങി. സദഖക്ക് എടുത്ത് വെച്ച ഈത്തപ്പഴം. മുആദ് റളിയല്ലാഹു അൻഹു പോയിട്ട് പിടികൂടി, പിശാചിനെ പിടികൂടി. നിന്നെ ഞാൻ അള്ളാഹുവിൻ്റെ റസൂലിനെ ഏൽപ്പിക്കുന്നു പറഞ്ഞു. അപ്പോൾ ഇയാൾ പറഞ്ഞു, ഞാൻ വളരെ വിഷമിച്ച് വന്നാണ്, ഇനി ഒരിക്കലും വരില്ല, എന്നെ കൊണ്ടുപോകരുത്. അങ്ങനെ വിട്ടു. രാവിലെ സുബഹിസ്കരിക്കാൻ ചെന്നപ്പോൾ മസ്ജിദിലെത്തിയപ്പോൾ റസൂലുള്ളാഹിന്റെ കാര്യങ്ങളൊക്കെ വിളിച്ചു പറയണ സഹാബി ചോദിക്കുകയാണ്, മുആദ് എവിടെ എന്ന് ചോദിക്കണം. മുആദ് ഞാൻ ഇവിടെയെന്ന് പറഞ്ഞപ്പോൾ അള്ളാഹിന്റെ റസൂൽ ചോദിക്കുകയാണ്, എവിടെ നിങ്ങളുടെ തടവ് പുള്ളി എവിടെ പോയി എന്ന് ചോദിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നലെ നീ തടവിലാക്കിയ ആളെവിടെ പോയി എന്ന് ചോദിച്ചു.
പറഞ്ഞു പിശാച് ഇങ്ങനെ വന്നു, രാത്രി ഇനി വരൂല എന്ന് പറഞ്ഞിട്ട് വിട്ടാണ്. കാവലൊന്നോ ഒന്ന് വീണ്ടും വരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പിറ്റേന്ന് പോയി നോക്കുമ്പോൾ അത് പിറ്റേന്ന് വരുന്നു പിശാച്. പിശാചിനോട് മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നലെ നീ കഴിച്ചില്ലായി, ഇന്ന് എന്തായാലും പിടിച്ച റസൂലുള്ളാഹിനെ ഏൽപ്പിക്കും എന്ന് പറഞ്ഞു. പിശാച് കേണ് പറഞ്ഞു, ഒരിക്കലും ഞാൻ ഈ വഴിക്ക് വരില്ല, എന്നെ ഒന്ന് വിട്ടയക്കണം, ഞാനൊന്നും ചെയ്യൂല എന്ന് പറഞ്ഞു വിട്ടയച്ചു. പിറ്റേന്ന് അതേമാതിരി സുബ്ഹിക്ക് എന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിളിയാളക്കാരൻ ചോദിക്കാണ്, മുആദ് ഇബ്നു ജബൽ എവിടെ? മഹാനായ സഹാബിയായിരുന്നു മുആദ് റളിയല്ലാഹു അൻഹു. യമനിലേക്ക് ഗവർണറായിട്ട് നിയോഗിക്കുമ്പോൾ റസൂലുള്ള ഒട്ടകത്തിൻ്റെ അടുക്ക് വന്നിട്ടാണ് അവസാന യാത്ര അയക്കുന്നത്. മുആദ് ഒട്ടകത്തിൻ്റെ മുകളിൽ കയറാൻ മടിച്ചു. റസൂൽ പറഞ്ഞു, മുആദ് പോയിക്കോ. പോകുമ്പോൾ പറഞ്ഞു, മുആദേ നിങ്ങൾ അടുത്ത തവണ വരുമ്പോൾ ഞാൻ ഉണ്ടാവുന്നില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ ഖബറിൻ്റെ മുമ്പിലൂടെ നീ നടന്നു പോയേക്കും മുആദേ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുആദ് തരിച്ചിട്ട് ഒട്ടകത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് വീണു. അല്ലാഹുവിൻ്റെ റസൂലേ, അങ്ങില്ലാത്ത ഈ ദുനിയാവിൽ എങ്ങനെ ജീവിക്കും എന്ന് മുആദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു. മുആദേ നിങ്ങൾ അടുത്ത തവണ വരുമ്പോൾ യമനിലേക്ക് യാത്രയൊക്കെയാണ്. യമനിലെ ഗവർണറായിരുന്നു. ഈ മുആദിനോട് പറഞ്ഞൊരു ഹദീസാണ് ലോകത്ത് ഇസ്ലാമിന് ഏറ്റവും വലിയ അടിത്തറ പാകിയത്. മുആദേ നിങ്ങൾ അവിടെ പോയിട്ട് എങ്ങനെ പ്രവർത്തിക്കും? ഞാൻ അല്ലാഹുവിൻ്റെ ഖുർആൻ അനുസരിച്ച് പ്രവർത്തിക്കും. നിങ്ങൾ അവിടെ കണ്ടുമുട്ടുന്ന ഒരു വിഷയത്തിൽ ഖുർആനിൽ നിന്ന് മാർഗദർശനം കിട്ടാത്ത ഒരു കാര്യമാണെങ്കിലോ ഞാൻ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ചര്യയെ നോക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊന്നും കിട്ടാത്ത കാര്യമാണെങ്കിലോ ഞാൻ ഈ ഖുർആന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ എൻ്റെ മനസ്സുകൊണ്ട് ചിന്തിച്ചൊരു തീരുമാനമെടുക്കും. അതാണ് ഇജ്തിഹാദ്, അതാണ് ഖിയാസ്. ഈ ഹദീസ് വെച്ചിട്ടാണ് ഇസ്ലാമിൽ വളരെ പ്രസിദ്ധമായ ഇജ്മാഉം ഖിയാസും ഉണ്ടായിത്തീർന്നത്. അതിന് കാരണക്കാരനായി തീർന്ന മുആദ് റളിയല്ലാഹു അൻഹു മഹാനായ സഹാബിയാണ്. ആ മുആദ് റളിയല്ലാഹു അൻഹു മൂന്നാമത്തെ ദിവസവും പിശാചിനെ കണ്ടപ്പോൾ മുആദ് റളിയല്ലാഹു അൻഹു അവനെ പിടികൂടി ബന്ധിച്ചു. 2 തവണ നീ കരാർ ലംഘിച്ചു, ഇനി നിന്നെ വിടൂല എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ട് കൊണ്ടുപോകുന്നു. അയാൾ പറഞ്ഞു, ഞാൻ ഏതായാലും എൻ്റെ കാര്യം പറയാം, ഞാൻ അയ്യാൽദാർ ശൈത്താനാണ്, അയ്യാൽദാർ ശൈത്താൻ. ഞാൻ നസീബൈൻ എന്ന് വന്ന ശൈത്താനാണ്. സിറിയയിലൊരു സ്ഥലമാണ് നസീബൈൻ, ഞാൻ അവിടുന്ന് വന്നതാണ്. നിങ്ങളുടെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കപ്പെട്ട 2 ആയത്തുകൾ ഇറങ്ങിയതുകൊണ്ടാ ഞങ്ങൾക്ക് ഈ നാട് വിടേണ്ടി വന്നത്. അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ ഈ മദീന നാട്ടിൽ, ഈ യഥ്രിബ് നാട്ടിലായിരുന്നു ഞങ്ങളൊക്കെ ജീവിച്ചിരിപ്പുണ്ടായിരുന്നത്. ആ ആയത്തുകൾ ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെ, അതിൻ്റെ പേരിൽ എന്നെ വെറുതെ വിടോ എന്ന് ശൈത്താൻ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു. നമുക്കൊക്കെ വളരെ പ്രയോജനം ചെയ്യണ ഒരു ഇൽമാണ്. ഇൽമ് ശൈത്താൻ്റെ അടുക്കുന്നതാണെങ്കിലും പഠിച്ചാൽ കുഴപ്പമില്ല എന്നുള്ളതുകൊണ്ട്, അത് ഖുർആന്റെ മഹത്വത്തെ പറ്റിയുള്ള ഇൽമായതുകൊണ്ട് മുആദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഏതാണ് ആയത്ത് എന്ന് പറഞ്ഞു. 1 ആയത്തുൽ കുർസി, 2 ആമന റസൂൽ മുതൽ സൂറത്തുൽ ബഖറയുടെ അവസാനം വരെയുള്ള ഭാഗം. ഈ ആയത്തുകൾ ഓതിയാൽ 3 ദിവസം അങ്ങോട്ട് ഞങ്ങൾ പിശാചുക്കൾക്ക് പ്രവേശിക്കാൻ കഴിയില്ല എന്ന് ഈ ശൈത്താൻ സയ്യിദുനാ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു. അങ്ങനെ അത് പറഞ്ഞതിൻ്റെ പേരിൽ മുആദ് റളിയല്ലാഹു അൻഹു അയാളെ വിട്ടയച്ചു. പിറ്റേന്ന് രാവിലെ മുആദ് റളിയല്ലാഹു അൻഹു മസ്ജിദിലെത്തി റസൂലുള്ളാഹിനെ കണ്ടപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൃത്തികെട്ടവൻ കള്ളം പറയുന്നവനാണ്, പക്ഷേ ഇപ്പം പറഞ്ഞത് സത്യമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആയത്തുൽ കുർസിയുടെ മഹത്വവും പിശാച് തന്നെ പറയണം. വല്ലാത്തൊരു അത്ഭുതമാണ്. ഞങ്ങൾക്ക് കണ്ട് കടക്കാൻ പറ്റില്ല, അത് നിങ്ങൾ കൊണ്ടുനടന്നാൽ മതി. അള്ളാഹു അതൊക്കെ കൊണ്ടു നടക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. മുആദ് റളിയല്ലാഹു അൻഹു വന്നിട്ടത് ചൊല്ലി പിറ്റേന്ന് ഈ പിശാച് ഈത്തപ്പഴം കക്കാൻ വന്നിരുന്ന സ്ഥലത്ത്, അതോടുകൂടി പിന്നെ മാർഗത്തിലേക്ക് തന്നെ ഇബ്ലീസിന് വരാൻ കഴിയാതെ വന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ മുആദ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിൻ്റെ റസൂലിനോട് ഒരു തവണ പറഞ്ഞു, അവിടുത്തെ വേർപാടിന് മുമ്പ് അല്ലാഹു ഞങ്ങളെ മരിപ്പിക്കണമേ എന്ന് അങ്ങ് ദുആ ചെയ്യുമോ റസൂലേ? അങ്ങ് വഫാത്താകുന്നതിന് മുമ്പ് ഞങ്ങളൊക്കെ മരിച്ചു പോകണം അല്ലാഹുവിൻ്റെ റസൂലേ, അതിനു വേണ്ടി അങ്ങ് തേടുമോ? അഥവാ അങ്ങയുടെ കാലശേഷം ഞങ്ങൾ ജീവിച്ചിരിക്കുകയാണെങ്കിലോ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഉപദേശിക്കുമോ അല്ലാഹുവിൻ്റെ റസൂലേ?
നിങ്ങളെ വഫാത്തിന് മുമ്പ് ഞങ്ങൾ മരിക്കട്ടെ, അതാണ് എൻ്റെ ആഗ്രഹം. അതിനുശേഷം ജീവിക്കുകയാണെങ്കിൽ എങ്ങനെ ജീവിക്കണം എന്ന് ഒന്ന് പറഞ്ഞു തരുമോ അല്ലാഹുവിൻ്റെ റസൂലേ? ഞങ്ങൾ ജിഹാദ് പങ്കെടുത്തോട്ടെ. വളരെ ശ്രദ്ധിക്കണം. ഞങ്ങൾ ജിഹാദ്, ദൈവമാർഗത്തിലുള്ള സമരം, അതേറ്റവും നല്ല കാര്യമില്ലേ? അത് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലമ, ജിഹാദ് ആളുകളൊക്കെ പങ്കെടുക്കുന്ന ഒരു പുണ്യകർമ്മമാണ്. പക്ഷേ നഫ്സിനെ നിയന്ത്രിക്കുന്ന വേറെയും ചില കാര്യങ്ങളുണ്ട് എന്ന് റസൂലുള്ളാഹി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഉടൻ തന്നെ മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നോമ്പെടുത്തോട്ടെ. നോമ്പ് ധാരാളം ആളുകൾ ഏർപ്പെടുന്ന ഒരു നല്ല കാര്യമാണ്, ഉത്തമ കാര്യമാണ്. പക്ഷേ നഫ്സിനെ നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്ന മറ്റു ചില കാര്യങ്ങളുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. തനിക്കറിവുള്ള പുണ്യകർമ്മങ്ങൾ ഒന്നൊന്നായിട്ട് മുആദ് എണ്ണി പറഞ്ഞു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പുണ്യകർമ്മം പറ്റുമോ? ഈ പുണ്യകർമ്മം പറ്റുമോ? ഏതാണ് ഏറ്റവും ഉത്തമം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. അപ്പോഴും പുണ്യ റസൂല് പറഞ്ഞു, അതിനേക്കാൾ നല്ലതുണ്ട്, അതിനേക്കാൾ ഉത്തമമായതുണ്ട്. ആ ഉത്തമമായതേതെന്ന് പറയുമോ എന്ന് പരിശുദ്ധ റസൂലിനോട് ചോദിച്ചപ്പോ മുആദിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, മുആദേ, നല്ല വാക്ക് മാത്രം സംസാരിക്കുക, അല്ലെങ്കിൽ മൗനിയായിരിക്കുക. നല്ല വാക്ക് സംസാരിച്ചാൽ അതിന്റെ പേരിൽ ധാരാളം ഉത്തമമായ സൽഫലങ്ങൾ കൈവരും. ശർറായ കാര്യങ്ങളാണെങ്കിൽ അതിന്റെ പേരിൽ ദുഷ്ഫലങ്ങളും കൈവരും. നാവ് കാരണം നരകത്തിൽ തള്ളപ്പെടും. അല്ലാഹു അന്ത്യദിനത്തിൽ മൗനിയായിരിക്കുന്നവരെ ഇഷ്ടപ്പെടുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊരു രംഗം. അത് കഴിഞ്ഞു, റസൂലുള്ളാഹി വഫാത്തായി. കൊല്ലങ്ങൾ കഴിഞ്ഞു. ദീന് പലയിടത്തും പരന്നു. ഡമാസ്കസിൽ, സിറിയയുടെ തലസ്ഥാനത്ത് ഡമാസ്കസിൽ മസ്ജിദിൽ അബൂ ഇദ്രീസ് ഖൗലാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, ഞാൻ ഡമാസ്കസിലെ മസ്ജിദിൽ ചെന്ന് നോക്കുമ്പോൾ അവിടെ സാത്വികനായ ഒരു മനുഷ്യൻ ഇരിക്കുന്നുണ്ട്. ചുറ്റുവട്ടത്തും കുറെ ആളുകൾ ഇരിക്കുന്നുണ്ട്. ആ സാത്വികനായ മനുഷ്യന്റെ മുൻവരിയിലെ പല്ല് പ്രകാശിക്കുന്നത് ഞാൻ കണ്ടു. അത്ഭുതകരമായ തിളക്കം. വളരെയേറെ ആളുകൾ ഓരോ കാര്യങ്ങൾ ചോദിച്ചറിയുന്നുണ്ട്. ആവശ്യത്തിന് മറുപടി കൊടുത്തുകൊണ്ട് ഈ മനുഷ്യൻ മൗനിയായിരിക്കുന്നതും ഞാൻ കണ്ടു. അഭിപ്രായ വ്യത്യാസങ്ങൾ തീർക്കുന്നുണ്ട്, പരിഹരിക്കുന്നുണ്ട്, മാധ്യസ്ഥം വഹിക്കുന്നുണ്ട്. ആളുകൾ സംതൃപ്തരായി മടങ്ങുന്നുമുണ്ട്. ഞാൻ ചോദിച്ചു, ആരാണ് ഈ മഹാൻ? ആളുകൾ പറഞ്ഞു, ഇത് പരിശുദ്ധ റസൂലിന്റെ സഹാബി മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ആണ്. सल्लल्लाहु अला मुहम्मद तू फख्र हुआ आदम के लिए, तू रहमत है आलम के लिए, तख्लीक हुआ तू करम के लिए, तू फैज़ रज़ाने आलम है, तू फख्र हुआ आदम के लिए. അങ്ങ് മാനവരാശിക്ക് മുഴുവനും അഭിമാനമായി നബിയെ മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. എന്തൊരു അത്ഭുതകരമായിട്ടുള്ള അനുഭവമാണ്. എത്രയെത്ര സലാത്തുകൾ ഇന്ന് ഈ സദസ്സിൽ നിന്ന് പരിശുദ്ധ റസൂലിന്റെ റൗളയിലേക്ക് സയ്യാഹീങ്ങളായ മലായികത്ത് കൊണ്ടുപോകുമ്പോ ഈ പരിശുദ്ധ മാസത്തിന്റെ തുടക്കത്തിൽ നമ്മൾ ഈ മസ്ജിദിന്റെ അങ്കണത്തിൽ ഒരുമിച്ച് കൂടി ഈ രാവിനെ സജീവമാക്കി സ്വന്തം പാപങ്ങളെക്കുറിച്ച് ഓർത്ത് പൊറുക്കൽ തേടി മഗ്ഫിറത്തിനെ തേടി ജീവിതം നന്നാക്കാനുള്ള ഒരു പ്രതിജ്ഞയുമായിട്ട് പിരിയുമ്പോ തൂ ഫഖ്റ കരീമ ഫഖീറാ ഹേ, അങ്ങ് ദരിദ്രരുടെ അഭിമാനമാണ് നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങയുടെ വ്യക്തിത്വം ദരിദ്രർക്ക് അഭിമാനം പോലെ തൂ ഇസ്സത്ത് ഷാൻ അമീറാ ഹേ, അങ്ങ് മുഴുവൻ ലോകത്തുള്ള നേതാക്കളുടെയും ഇസ്സത്തായ അഭിമാനമാണ്. തൂ ദാർ ഹുവേ ദർദ് ഗരീബാ ഹേ, അങ്ങ് പാവപ്പെട്ടവന്റെ ഉള്ളിൽ വിങ്ങുന്ന വേദനയല്ലയോ നബിയേ.
പാവപ്പെട്ടവന്റെ ഉള്ളിലെ വിങ്ങുന്ന വേദനയല്ലയോ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഭക്ഷണം കഴിക്കാത്ത ദിനരാത്രങ്ങളുമായി കഴിച്ചുകൂടിയ, പട്ടിണിയും പരിവട്ടവും അനുഭവിച്ച, യതീമായി ജനിച്ച് ലോകത്തെ യതീമുകൾക്ക് സംരക്ഷകനും വിമോചകനുമായി മാറിയ അവശ സംരക്ഷകൻ, അനാഥ സംരക്ഷകൻ, ലോകവിമോചകൻ, വിശ്വാചാര്യൻ. ഭാഷയിലെ ഏതൊക്കെ പദങ്ങൾ ചേർത്ത് വെച്ച് പറഞ്ഞാലും അത് മദ്ഹാവുകയില്ല. എന്തുകൊണ്ടെന്നാൽ നബി അതിലേറെ അർഹിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഭാഷ അശക്തമാണ്, വാക്കുകൾ ദുർബലമാണ്, അർത്ഥങ്ങൾ വളരെ ലോലമാണ്, പരിമിതമാണ്. നബി വിശാലമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആഴക്കടൽ പോലെ ആഴമേറിയ മുഹമ്മദുർ റസൂലുള്ളാഹ്, ആകാശം പോലെ വിശാലതയേറിയ മുഹമ്മദുർ റസൂലുള്ളാഹ്, പ്രപഞ്ച സത്യം പോലെ ജ്വലിച്ചു നിൽക്കുന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. നിഗാഹ ബർഖ് നഹി, നബിയെ അങ്ങയുടെ കണ്ണിന്റെ നോട്ടം ഇടിമിന്നലല്ല. നിഗാഹ് ബർഖ് നഹി, അങ്ങയുടെ കണ്ണിന്റെ നോട്ടം ഇടിമിന്നലല്ല. ചെഹരെ ആഫ്താബ് നഹി, മുഖം സൂര്യനുമല്ല. സൂര്യനിൽ തീയുണ്ട്, സൂര്യനിൽ ഉഷ്ണമുണ്ട്, സൂര്യനെ നോക്കി നിൽക്കാൻ കഴിയില്ല. നിഗാഹ ബർഖ് നഹി, അങ്ങയുടെ നോട്ടം ഇടിമിന്നലല്ല. ചെഹരെ ആഫ്താബ് നഹി, അങ്ങയുടെ മുഖം സൂര്യനുമല്ല. ഇക് ആദം ഹേ, അങ്ങ് മനുഷ്യൻ തന്നെയാണ്, സൂര്യനോ ചന്ദ്രനോ ഇന്ദ്രനോ അല്ല. ദേഖ്നെ കിതാബ് നഹി, പക്ഷേ നോക്കി നിൽക്കാൻ കഴിയില്ല, അങ്ങയുടെ മുഖത്തേക്ക് അധികം നോക്കാൻ കഴിയില്ല. സഹാബത്ത് പറയുകയാണ്, ഞങ്ങൾക്കിടയിൽ അബൂബക്കറോ ഉമറോ നോക്കിയാലായി, ഞങ്ങൾ അധികം ആ മുഖത്തേക്ക് നോക്കുമായിരുന്നില്ല, നോക്കാൻ സാധിക്കുമായിരുന്നില്ല. മുഖത്തെ വെളിച്ചത്തിൽ ഞങ്ങളുടെ കണ്ണുകൾ താഴ്ന്നു പോകുമായിരുന്നു. നടക്കുമ്പോ ഞങ്ങള് പിന്നാലെ നടക്കുമായിരുന്നു, വലതും ഇടതും മലക്കുകൾ നടക്കുമായിരുന്നു. പരിശുദ്ധ റസൂൽ നമ്മുടെ ദുഃഖങ്ങൾ ഏറ്റെടുക്കാൻ വന്നു, നമ്മെ സ്നേഹിക്കാൻ വന്നു, നമുക്ക് വഴികാട്ടാൻ വന്നു. ഉമ്മത്തീങ്ങൾക്ക് വേണ്ടി ഏറ്റവും വലിയ ത്യാഗങ്ങൾ അനുഭവിച്ചു. അള്ളാഹു എന്നോട് ചെയ്തിട്ടുള്ള ഔദാര്യം, എൻ്റെ ഉമ്മത്തിന്റെ കാര്യത്തിൽ എന്നെ പ്രയാസപ്പെടുത്തുകയില്ലെന്ന് അള്ളാഹു എനിക്ക് ഉറപ്പ് നൽകി. അതുകൊണ്ട് ഞാൻ സുജൂദിൽ വീണ് അവന് ശുക്ർ ചെയ്തുവെന്ന് പരിശുദ്ധ റസൂൽ. എനിക്ക് റസൂലുള്ളാഹിനെ പ്രശംസിക്കണമെങ്കിൽ ഒരുപാട് മണിക്കൂർ വേണം, രാത്രിയുടെ സമയമൊന്നും പോരാ. സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് യാതൊരു കുഴപ്പമില്ല, അതിന് യാതൊരു ക്ഷീണമില്ല, അതിനൊരു ഉറക്കമില്ല, അതിനെനിക്ക് കാലിന് അസുഖമില്ല, അതിനെനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ജൽവേ തെരേ ഉസ് വഖ്ത് ഭി തേ കം ഭി ന തേ, ജബ് കഹേ ഖിസ്സ ജബ് ആദം ഭി ന തേ. നബിയെ, അങ്ങയുടെ പ്രകാശം ലോകത്തിന്റെ ആരംഭം മുതലുണ്ട്. കംഭീനതേ, ഒരു കുറവുമില്ലാതെ. യജ് ജബ് കഹേ ഖിസ്സ ജബ് ആദം ഭീനതേ, ആദം പോലും ഇല്ലാത്ത കാലത്തെ കഥയാണിത്. തെരേ ഇഷ്ഖ് നെ ജിസ്കോ തൽവാർ മാരി, അങ്ങയുടെ പ്രേമം ആരുടെ മേലാണോ പ്രഹരമേൽപ്പിച്ചത്, പ്രവാചക പ്രേമം, ലോകത്തിലെ ഏറ്റവും വലിയ സ്നേഹം മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ്. അങ്ങയുടെ പ്രേമം ആരിലാണോ പ്രഹരമേൽപ്പിച്ചത്, അതൊരു പ്രഹരം തന്നെയാണത്, ഒരു വാളിന്റെ വെട്ടുകൊള്ളണമായിരി. തെരേ പാക്കുദിൽ വനസർക്ക് കട്ടാരി, അങ്ങയുടെ ശുദ്ധമായ ഹൃദയത്തിന്റെ പരിശുദ്ധമായ നോട്ടത്തിന്റെ കട്ടാരി. ഉറുദുവിൽ നിന്ന് മലയാളത്തിലേക്ക് വന്ന വാക്കായിരിക്കണം കട്ടാരി. തെരേ പാക്ക് ദിലോ നസർക്ക് കട്ടാരി, നിഗൽത്തി ഹുവി റൂഹ് ദർദ് സേ പുകാരി. വേദനയോടുകൂടി റൂഹ് വിളിച്ചു പറഞ്ഞു പോയി, യാ റസൂലെ മുജസ്സം, യാ റസൂലെ നൂറെ മുജസ്സം. പ്രകാശരൂപമായ പരിശുദ്ധ റസൂലെ സല്ലല്ലാഹു അലാ മുഹമ്മദ്.
सुनहरी जालियों को अब नजर आने का मौका दो. നമ്മൾ ഏറ്റവും വലിയ തേട്ടമതാണ്. റൗളയുടെ സുവർണമായ ജാലികൾ, അതിൻ്റെ അഴികൾ, അത് കാണുവാനുള്ളതായ ഒരവസരം നൽകണമേ അല്ലാഹ്. दिलों में करवटें लेती हुई बेकल तमन्नाएं ये कहती है कि कदमों में बिखर जाने का मौका दो. दिलों में करवटें लेती हुई बेकल तमन्नाएं, ആഗ്രഹങ്ങൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ കിടന്ന് തിരമാല പോലെ ആഞ്ഞടിക്കുകയും തിരിയുകയും മറിയുകയും ചെയ്യുകയാണ് നബിയേ. അല്ലാഹുവേ, നബിയുടെ സവിധത്തിൽ അണയാൻ യ കഹ്തി ഹേ കെ ഖദ്മോ മേ ബിഖർ ജാനേ ക മൗഖാ ദോ. അവിടുത്തെ കാലുകളിൽ, അവിടുത്തെ തിരുപാദങ്ങളിൽ ചെന്ന് സ്നേഹത്തോടെ നിലകൊള്ളാനുള്ള സന്ദർഭം തരേണമേ അല്ലാഹ്. तुम्हारा जिक्र हम होठों पे करते हैं रो रो कर, हमारी आक़िबत को भी सवर जाने का मौका दो. നബിയെ, അങ്ങയുടെ പ്രകീർത്തനം കരഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ ചുണ്ടുകളിൽ കാത്തു സൂക്ഷിക്കുന്നത്. അല്ലാഹുവേ, ഞങ്ങളുടെ ആഖിബത്ത് നന്നാകുന്നതിനും അവസരമേകണമേ അല്ലാഹ്. तकाज़ा आखिरी है शाफ़े महशर, हमें भी अब मदीने में उतर जाने का मौका दो. सुनहरी जालियों को अब नजर आने का मौका दो. दिलों में करवटें लेती हुई बेकल तमन्नाएं ये कहती है कि कदमों में बिखर जाने का मौका दो. ये कहती है कि कदमों में बिखर जाने का मौका दो. ये कहती है कि कदमों में बिखर जाने का मौका दो. اللهم صل وسلم وبارك على سيدي ونبيي وحبيبي محمد وعلى آله وصحبه الممجد. اللهم صل وسلم وبارك على سيدي ونبيي وحبيبي محمد وعلى آله وصحبه الممجد. اللهم صل وسلم وبارك على سيدي ونبيي وحبيبي محمد وعلى آله وصحبه الممجد. وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. മാനവം ഓഡിയോ വിഷ്വൽസ്, ഇക്ബാൽ അവന്യൂ, കാലിക്കറ്റ് 4. ഫോൺ 04952 771447. മൊബൈൽ 989564 41290. ഇമെയിൽ manavam@gmail.com.